നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ഹമാസിന് അന്ത്യശാസനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എല്ലാ ബന്ദികളെയും ഉടൻ വിട്ടയച്ചില്ലെങ്കിൽ അത് ഹമാസിന്റെ അന്ത്യമായിരിക്കും എന്നാണ് മുന്നറിയിപ്പ്. എല്ലാ ബന്ദികളെയും ഉടൻ വിട്ടയക്കുക, കൊലപ്പെടുത്തിയവരുടെ മൃതദേഹങ്ങൾ ഉടൻ കൈമാറുക, അത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ അവസാനിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഒരു ഹമാസ് അംഗവും സുരക്ഷിതരായിരിക്കില്ല എന്ന മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. ഇസ്രയേൽ എന്താണോ ആഗ്രഹിച്ചത് ആ പണി പൂർത്തിയാക്കാൻ വേണ്ടി എല്ലാവിധ സഹായവും അമേരിക്ക ചെയ്യുമെന്നും പറയുന്നു. അതോടൊപ്പം അവിടുത്തെ ജനങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ മുന്നിൽ മനോഹരമായ ഒരു ഭാവിയുണ്ട്, ആ ഭാവി നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ബന്ദികളെ ഉടൻ വിട്ടയക്കണം, അങ്ങനെ അല്ല എങ്കിൽ നിങ്ങളുടെ മുന്നിൽ നരകമായിരിക്കും. സാധാരണഗതിയിലൊക്കെ ഒരു രാഷ്ട്രത്തലവൻ നൽകുന്ന നയതന്ത്ര ഭാഷയൊക്കെ വിട്ട് ഭീഷണിയുടെ സ്വരത്തിൽ കൂടിയാണ് ഗസയിലെ ജനങ്ങളോടടക്കം ട്രംപ് പറയുന്നത് ഈ ഹമാസ് എന്ന് പറയുന്ന സംഘടനയെ തീർക്കും, അല്ലെങ്കിൽ അവരുടെ മരണമാണ് എന്ന് തന്നെ പറയുന്നു. ലോകത്ത് ഇത്തരത്തിലുള്ള പല സംഘടനകളും, ഭീകര സംഘടനകളും തീവ്രവാദ സംഘടനകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ആ സംഘടനകൾക്കെതിരെ പല ഘട്ടത്തിലും അമേരിക്ക അടക്കം പല രാജ്യങ്ങളും യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു രാജ്യത്തെ പൂർണ്ണമായും അല്ലെങ്കിൽ ഒരു സംഘടനയെ, ഒരു സംവിധാനത്തെ തീർക്കുക എന്നൊക്കെ പറഞ്ഞാൽ ലോക ചരിത്രത്തിൽ തന്നെ ഏറെക്കുറെ അത് അസാധ്യമാണ് എന്ന് തന്നെ പറയാം. പക്ഷേ അവിടെ ഒരു സമാധാനത്തിൻ്റെ ചർച്ചയിലേക്ക് കൊണ്ടുവന്ന ഒരു വഴിയായിരുന്നു. അതിനുശേഷമാണ് ട്രംപ് ഇപ്പോൾ ഇങ്ങനെ ഒരു നീക്കം കൂടി നടന്നത്. ഇത് യഥാർത്ഥത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കാനാണോ, അതോ ട്രംപിൻ്റെ മറ്റു പല റിയൽ എസ്റ്റേറ്റ് ഉദ്ദേശമടക്കം ഗസ പിടിച്ചെടുക്കുക അടക്കമുള്ള ഉദ്ദേശങ്ങൾ അതിന് പിന്നിലുണ്ടോ? ഇത്തരം വിഷയങ്ങളെല്ലാം സ്വാഭാവികമായി മുന്നിൽ വരുന്നുണ്ട്. ഇതാണ് മലയാളിക്ക് ഏറെ താല്പര്യമുള്ള ഒരു വിഷയം എന്ന നിലയിൽ കൂടിയാണ് ന്യൂസ് 18 പൊതുവേദി ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. നമസ്കാരം. കാസർഗോഡ് നിന്ന് സന്തോഷാണ് ആദ്യ പ്രേക്ഷകനായിരുന്നത്. ശ്രീ സന്തോഷ്, ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഒരു സമാധാന കരാറൊക്കെ വരികയും വെടിനിർത്തൽ കരാർ അനുസരിച്ച് അവിടെ സമാധാനം പുലരുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയായിരുന്നു. അതിൽ മുന്നോട്ട് അടുത്ത രണ്ടാം ഘട്ട ചർച്ചയിലേക്കൊക്കെ വരികയാണ്. ആ സമയത്താണ് ട്രംപിൻ്റെ വക ഒരു വലിയ ഭീഷണി കൂടി വരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇത് യുദ്ധം അവസാനിപ്പിക്കാനാണോ, അതോ മറ്റു ചില ഉദ്ദേശങ്ങളിലേക്കൊക്കെ നീങ്ങാനുള്ള നീക്കമാണോ എന്ന മട്ടിലൊക്കെ പലതരത്തിലുള്ള സംശയങ്ങൾ ലോകത്ത് തന്നെ ഉയരുന്നുണ്ട്. എന്താണ് താങ്കളുടെ അഭിപ്രായം? എനിക്ക് പറയാനുള്ള അഭിപ്രായം എന്ന് വെച്ചാല്, ഈ സന്തോഷ് പറയാം. ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ സന്തോഷ് പറഞ്ഞോളൂ. ഹലോ, കേൾക്കുന്നില്ല സാറേ? സന്തോഷ് പറഞ്ഞോളൂ. എനിക്കുള്ള അഭിപ്രായം എന്ന് വെച്ചാല്, ഈ ട്രംപ് വന്ന് ഇപ്പൊ ലോക രാജ്യങ്ങളുടെ എല്ലാം തലവനായി നിൽക്കാനുള്ളൊരു ആഗ്രഹമാണ്, എല്ലാം കീഴടക്കാമെന്നുള്ളത്. ഇതൊരു യുദ്ധത്തിലേക്ക് പോകാനുള്ളൊരു, മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോകാനുള്ളൊരു, ഹമാസിനെ മാത്രമല്ല അവർ ഇതാക്കുന്നത്, അടുത്ത രാജ്യത്തിനെ കൂടെ, എല്ലാ രാജ്യങ്ങളെയും വെല്ലുവിളിക്കുകയാണ് ട്രംപ് ചെയ്യുന്നത്. നമുക്ക് യുക്രൈനിൽ തന്നെ സെലൻസ്കി അവിടെ പോയിട്ട് ആ ഒരു പ്രശ്നം തന്നെ നോക്കാം. ഒരു യുദ്ധം പരിഹരിക്കാൻ പോകേണ്ടടുത്ത് അവസാനം അന്ത്യശാസന നൽകിയാണ് വിടുന്നത് ട്രംപ്. ട്രംപിന് എതിരെ എല്ലാ രാജ്യങ്ങളും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു സമയം കൂടി ചിലപ്പം വന്നെന്ന് വരാം. ശരി, ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾ ഈ ലോക രാഷ്ട്രീയമൊക്കെ കൃത്യമായി ശ്രദ്ധിക്കുന്ന ആൾ കൂടിയാണല്ലോ. താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഈ സമയത്ത് ഈ ട്രംപിന്റെ ഈ നീക്കം അവിടെ ഒരു സമാധാനം പുനഃസ്ഥാപിക്കാൻ അല്ലെങ്കിൽ സമാധാനം സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണോ, അതോ മറ്റു പല നീക്കത്തിന്റെ ഭാഗമാണോ? കിരൺ സാർ നമസ്കാരം. ഹലോ, കേൾക്കാമോ? ഹലോ 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 പറഞ്ഞോളൂ. കിരൺ സാർ നമസ്കാരം. ഹലോ 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 ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾക്ക് പറയാം. കേൾക്കാമോ സാർ? ഹലോ ഹലോ പറഞ്ഞോളൂ. ശ്രീ മൊയ്തീൻ കുഞ്ഞാണ് കായംകുളത്ത് നിന്ന്. ശ്രീ മൊയ്തീൻ കുഞ്ഞ്, ഈ താങ്കളും ഇത്തരം വിഷയങ്ങളൊക്കെ മലയാളികൾക്ക് പ്രത്യേകിച്ച് സവിശേഷമായ താല്പര്യമുള്ള വിഷയം കൂടിയാണ്, ഈ ഹമാസുമായി ബന്ധപ്പെട്ടതും ഇസ്രായേൽ പലസ്തീൻ ഇഷ്യൂമൊക്കെ. ഇപ്പോൾ ഈ ട്രംപിന്റെ നീക്കത്തെ ഒരു സമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള നീക്കമാണോ, അല്ലെങ്കിൽ ഒരു ഭീഷണിയാണോ, അതോ ട്രംപിന്റെ മറ്റു പല ഉദ്ദേശത്തിന്റെ ഭാഗമാണോ? എന്താണ് താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? നമസ്കാരം കിരൺ. പറഞ്ഞോളൂ. ട്രംപ് ഒരു ബിസിനസ്സുകാരനാണ്. ട്രംപിന് റിയൽ എസ്റ്റേറ്റ് നടപ്പിലാക്കി എടുക്കാനുള്ള ഒരു പുറപ്പാടാണ്. പക്ഷേ 15-16 മാസക്കാലം ഇസ്രായേൽ ഹമാസിനെ അടിച്ചിട്ട് ഹമാസിനെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല.
കുറെ ജനങ്ങളെ കൊന്നൊടുക്കിയതല്ലാതെ 10-50,000 ജനങ്ങളെ കൊന്നൊടുക്കി എന്നുള്ളതല്ലാണ്ട് ഹമാസിനെ തൊടാൻ പറ്റിയിട്ടില്ല. ട്രംപല്ല, ആര് വിചാരിച്ചാലും ഹമാസിനെ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. നമ്മള് ഒരു ത്വരത്തിനെ പിടിക്കാൻ ഹമാസിന്റെ ഭാഗത്തിന് വലിയ നഷ്ടങ്ങളൊക്കെ അവർക്കുണ്ടായിട്ടുണ്ട്. അവരുടെ തിരിച്ചടി അവർ നേരിടേണ്ടി വന്ന ഏറ്റവും കനത്ത തിരിച്ചടി തന്നെയാണ്. അതെ, നമ്മളെ കൊണ്ടുപോയി ത്വരപ്പനെ പിടിക്കാൻ പറ്റുമോ എന്ന് പറയുന്ന പോലുള്ള കാര്യമാണ്. ഈ ഹമാസ് എന്ന് പറയുന്ന ബങ്കറിൽ കഴിയുന്ന ആളുകളാണ്. ഇത് ശരി, കേൾക്കാം താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ശിവദാസനാണ് ബാലരാമപുരത്തും. ശ്രീ ശിവദാസൻ, താങ്കൾ എങ്ങനെയാണ് ഈ ട്രംപിന്റെ ഇപ്പോഴത്തെ നീക്കത്തെ കാണുന്നത്? ട്രംപ് ഹമാസിനെ തീർത്ത് കളയും എന്നുള്ള മട്ടിലൊക്കെയാണ് ട്രംപിന്റെ പ്രതികരണം. ഞാൻ പറയുന്നത് അനുസരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരാളുടെ പോലും ജീവൻ സുരക്ഷിതമായിരിക്കില്ല എന്നൊക്കെയാണ് സാധാരണ ഒരു രാഷ്ട്രത്തലവൻ പറയുന്നതിനപ്പുറത്തെ ഭാഷയിൽ കൂടിയാണ് ട്രംപിന്റെ പ്രതികരണം. നമസ്കാരം. ഒരിക്കൽ നമ്മൾ ഈ വേദിയിൽ വന്നതാണ്. ഒരിക്കലും ഒരു കാരണവശാലും ട്രംപിന്റെ ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല. അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹം ഇനി പ്രസിഡന്റായിട്ട് വരികയില്ല. കുറെ കേസ്, അവിടുത്തെ ഭയങ്കരമായ കൊടും ക്രിമിനൽ കേസ് പ്രതിയാണ് ഈ ട്രംപ് എന്ന അദ്ദേഹം, അമേരിക്കൻ പ്രസിഡന്റ്. അദ്ദേഹം വിചാരിക്കുക ഹമാസ് നല്ലതുപോലെ ശിക്ഷിച്ചു, നല്ലതുപോലെ ജനങ്ങളെ കൊന്നു, ജനിച്ച കൊച്ചുങ്ങളെയും ഗർഭിണികളെയും കൊന്നൊടുക്കി. കഴിഞ്ഞ ബൈഡനായിരുന്നാലും ഇദ്ദേഹം അമേരിക്കൻ നയം ഒന്നാണ്, അവരുടെ പ്രതിരോധം അങ്ങനെയാണ്. പക്ഷേ ഹമാസിനെ കയറി ഒതുക്കുക എന്ന ട്രംപിന്റെ ഭീഷണിക്ക് മുമ്പിൽ ഹമാസ് ഒന്നുമില്ലെങ്കിലും ഹമാസിനെ സ്നേഹിക്കുന്ന രാജ്യങ്ങളുണ്ട്, പല രാജ്യങ്ങളുണ്ട്. അമേരിക്ക ഒന്നുമില്ലായി പോകും, അമേരിക്ക ഒന്നുമില്ലാവുകയും ചെയ്യും. ഡോളറിന്റെ വില സിഗരറ്റ് പോവുകയും ചെയ്യും ഈ കണക്ക് പോവുകയാണെങ്കിൽ. അതുകൊണ്ടും രാജ്യത്തെ കയറി പെട്ടെന്ന് പണിയുക എന്നുള്ള ട്രംപിന്റെ മോഹം മനസ്സിരുന്നാൽ മതി. അയാൾ ഭീകരനാണ്, കൊടി ഭീകരനാണ്, അയാൾ ഒരു വ്യവസായിയാണ്, കോടിയിൽ ആസ്തി ഉള്ളവരാണ്. അതൊക്കെ അങ്ങ് മനസ്സ് വെച്ചിരുന്നാൽ മതി. ഇവിടെ നടക്കില്ല. ഇന്ത്യ രാജ്യം, നമ്മുടെ നല്ല ഇന്ത്യ രാജ്യവും റഷ്യയും മറ്റുള്ള രാജ്യങ്ങളും മറ്റുള്ള ഫ്രാൻസ്, ജർമ്മനി എല്ലാ രാജ്യങ്ങളും പ്രതികരിക്കും. ഇപ്പോഴാരും അനങ്ങായിരുന്നില്ലെങ്കിൽ പ്രതികരിക്കും. അതൊന്നും നടക്കാൻ പോകില്ല. കിരൺ സാറേ നോക്കിക്കോളൂ, ഇതൊക്കെ അയാളെ വർക്കലയിൽ നിന്നും. ശ്രീ ഷിനോയ്, താങ്കൾ എങ്ങനെയാണ് ഈ ട്രംപിന്റെ ഇപ്പോഴത്തെ ഒരു ഭീഷണിയെ കാണുന്നത്? അതൊരു വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ് കേട്ടോ. സെൻസസ് ഒക്കെ വളരെ താഴോട്ട് പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സാറേ, ഇത് ഓരോ രാജ്യത്തും ഓരോ നിയമങ്ങള്, ആ നിയമങ്ങൾ പാലിച്ച് ജീവിക്കാനേ ഇന്നത്തെ വ്യവസ്ഥയിൽ നമുക്ക് പാടുള്ളൂ എന്നുള്ളതാണ്. ഓരോ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് ജീവിക്കുക, അല്ലാതെ വേറെ ഫാക്ടർ ഒന്നുമില്ല. ഇപ്പൊ ട്രംപ് പറയുന്നത് തന്നെയാണ് 2029 വരെയും കേൾക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ്. പക്ഷെ ഒരു ലോകത്തെ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാവുകയും ട്രംപ് തന്നെ ആദ്യം ഇടപെട്ട് അവിടെ സമാധാനത്തിനൊക്കെ ശ്രമമൊക്കെ നടത്തി. അപ്പോൾ എല്ലാവരും അഭിനന്ദിക്കുകയൊക്കെ ചെയ്താണ്. അതിനുശേഷമാണ് പിന്നീട് ഞങ്ങൾക്ക് ഗസ വിട്ടു തരണം, അവിടുത്തെ ആളുകളെയൊക്കെ സമീപ രാജ്യങ്ങളിലേക്ക് മാറ്റണം, ഞങ്ങളവിടെ വികസിപ്പിക്കാമെന്നുള്ള മട്ടിലൊക്കെ ഒരു റിയൽ എസ്റ്റേറ്റ് താല്പര്യം അദ്ദേഹം പരസ്യപ്പെടുത്തിയത്. സാറ് റിയൽ എസ്റ്റേറ്റ് മാത്രമല്ല, ടാക്സിന്റെ വേരിയേഷൻസ് വളരെ കൂട്ടി. കാനഡ മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള എല്ലാം കൂട്ടി. അത് നമുക്കും ബാധകമാണ് സാറേ. നമുക്ക് ഓരോ ചുങ്കത്തിൽ അത് വ്യത്യാസമായിട്ട് വരും. അതെ, നമ്മുടെ പ്രധാനമന്ത്രിയുടെ ചർച്ചയിലടക്കം അദ്ദേഹം പരസ്യമായി ഉന്നയിക്കുകയും ചെയ്തു. അത് വലിയ ബുദ്ധിമുട്ടാണ് സാറേ. അതൊക്കെ നടക്കുകയൊന്നുമില്ല. അത് അയാൾ പറയുന്നത് കേൾക്കാൻ പറ്റുള്ളൂ, അല്ല വേറെ കാര്യമൊന്നുമില്ല. ലോക രാജ്യങ്ങളൊന്നും എപ്പോഴും അമേരിക്ക പറയുന്നത് തന്നെ കേട്ടിട്ടൊന്നുമില്ല. അമേരിക്കെതിരെ വലിയ പ്രതിരോധം ഉയർത്തിയ ഘട്ടം കൂടിയുണ്ട്. UN പോലും ഒരു സാധ്യത ഇല്ലാതാക്കി കളഞ്ഞില്ലേ സാറേ, UN-ന്റെ അസോസിയേഷൻ പോലും. അതുകൊണ്ടാണ് പറയുന്നത്. അയാളുടെ ഒരു ഇത് തന്നെയാണ് 2029 വരെ. ശരി, ഷിനോയാണ് വർക്കലയിൽ നിന്ന് പ്രതികരിച്ചത്. ഇനി മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, ഷാജിയാണ്. ശ്രീ ഷാജി പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീ ഷാജി, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? നമസ്കാരം സാറേ. നമസ്കാരം, പറഞ്ഞോളൂ. ലോകം സ്നേഹത്തോടെ സമാധാനത്തോടെയും പോകേണ്ടതാണല്ലോ, എല്ലാവരും അങ്ങനെയാണല്ലോ ആഗ്രഹിക്കവും പ്രാർത്ഥനയൊക്കെ. പക്ഷെ അഫ്ഗാനിസ്ഥാനിലെ മുന്നിൽ ചെന്ന് താലിബാനെ തീർക്കാൻ വേണ്ടി പോയ അമേരിക്ക ഒടുവിൽ അവരുടെ മുന്നിൽ മുട്ടുകുത്തിയിട്ടെങ്കിൽ പോകുന്ന നാണം കെട്ടില്ലേ? അതെ. അപ്പൊ എനിക്ക് പറയാനുള്ളത് സമാധാനത്തോടെ പോവുക, ഹമാസിനെ തീർക്കാൻ പോകണ്ട. ഹമാസിനോട് സമാധാനത്തോടെ പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങളല്ലേ? അതെ, എന്തായാലും ശ്രീ ജയകുമാറാണ് തിരുവനന്തപുരത്ത്. ശ്രീ ജയകുമാർ, താങ്കൾ എങ്ങനെയാണ് ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇപ്പോഴത്തെ ഇടപെടലിനെ ലോകം എന്തായാലും സംശയത്തോടു കൂടിയാണ് കാണുന്നത്. അതൊരു സമാധാനത്തിന് വേണ്ടിയുള്ള ശ്രമമൊന്നും അല്ല, ഒരു രാജ്യത്തെ സമാധാന ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ വലിയ ഭീഷണിയുമായിട്ടൊക്കെ വരുന്നത്. ഒന്നും നടക്കാൻ പോകില്ല സാറേ. ഇപ്പൊ പറഞ്ഞ പിന്നെ പറയില്ല. ഒരു രാജ്യത്തിനടുത്ത് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഫ്രാൻസ് മറ്റേ ഈ ഇവിടെ സെലൻസ്കി അരമണിക്കൂർ മുമ്പ് അരമണിക്കൂറിന്റെ അടിച്ച് തീർത്തിട്ട് വരാമെന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്. അതുപോലെ ആയിരിക്കും ട്രംപിന്റെ ഇടപാട്. ചൈനയും കാനഡയൊക്കെ ശക്തമായി എറിഞ്ഞിട്ടുണ്ട്.
ചൈനയുടെ വാദത്തിൽ ഏതെങ്കിലും ഏരിയയിൽ പോയി തൊടാക്കോ ട്രംപിന്? ചുമ്മാ ലോകരാജ്യങ്ങളുടെ ഞാൻ വലിയ നേതാവാണെന്ന് കാണിക്കുന്നതല്ലാതെ ആരും അംഗീകരിക്കാത്ത ഗതികേടായി ഇപ്പം. ആരെങ്കിലുമൊക്കെ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അതുപോലും ഇല്ലാതാക്കിയിട്ടുണ്ട് പുള്ളി. ശരി, ശ്രീ ജയകുമാറിന്റെ അഭിപ്രായമാണത്. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്ന്. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾ എങ്ങനെയാണ് ട്രംപിന്റെ ഈ നയതന്ത്ര ഭാഷയൊക്കെ വിട്ടുള്ള ഒരു ഭീഷണിയുടെ സ്വരത്തെ കാണുന്നത്? കിരൺ സാർ നമസ്കാരം. നമസ്കാരം. സത്യത്തിൽ ആത്മാർത്ഥമായിട്ടാണ് അമേരിക്ക പറയുന്നതെങ്കിൽ അത് വളരെ ശരിയാണ്. ഹമാസിനെ തീർക്കുക തന്നെ ചെയ്യണം. അങ്ങനെ നടക്കുമോ ശ്രീ ബാലകൃഷ്ണൻ? അങ്ങനെ ഏതെങ്കിലും ഒരു സംഘടനയെ, അവരിന് ഭീകര സംഘടനയോ തീവ്രവാദ സംഘടനയോ ആരായിക്കോട്ടെ, അങ്ങനെ ഏതെങ്കിലും ഒരു സംഘടന ഒരു രാജ്യം വിചാരിച്ചാൽ പോയി അടിച്ചു തീർക്കാമെന്നൊക്കെ പറയുന്നത് നടക്കുന്ന കാര്യമാണ്? വിഷമാരകം തെളിച്ചിട്ട് നശിപ്പിക്കണം സാർ. അവിടുത്തെ ജനങ്ങളുടെ പുറത്താണ് ഇപ്പോൾ മരണമടഞ്ഞാൽ കൂടുതലും അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളാണ്. ഹമാസ് എന്ന ഭീകരവാദത്തിനെതിരായിട്ട് അമേരിക്ക ആത്മാർത്ഥമായിട്ട് പറയുന്നതെങ്കിൽ ലോകരാജ്യങ്ങള്, ചൈന എന്ത് സാർ? ചൈന പണ്ട് തന്നെ എല്ലാ രാജ്യത്തും അടിച്ചിട്ട് കച്ചറ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന രാജ്യമല്ലേ ചൈന. അങ്ങനെ മറ്റ് രാജ്യങ്ങളുമായിട്ടൊന്നും കാര്യമായി പോയി ചില രാജ്യങ്ങളുമായിട്ടൊക്കെ, അല്ലാതെ അമേരിക്ക പോലെ ലോകത്താകമാനമുള്ള രാജ്യങ്ങൾ എല്ലായിടത്തും പോയി പ്രശ്നം ഉണ്ടാക്കാൻ നടക്കുന്ന ഒരു രാജ്യമല്ല ചൈന. സമാധാനം ജനാധിപത്യം ഉണ്ടോ? അതല്ലല്ലോ ഇവിടെ ജനാധിപത്യം ഉണ്ടോ ഇല്ലെന്നുള്ളതാണോ ചോദ്യം. ഖുർആൻ കൈപ്പിടിക്കാൻ പാടില്ല ശ്രീ ബാലകൃഷ്ണൻ, അതാണോ ചോദ്യം? ഞങ്ങൾ ഇപ്പൊ ഖുറാന്റെ കാര്യം ആരെങ്കിലും ഇവിടെ പറഞ്ഞു? ബാലകൃഷ്ണൻ എല്ലാം പറയുമ്പോഴും എന്തിനാണ് ഈ ഖുറാന്റെ കാര്യത്തിലേക്ക് അവിടുത്തെ വേറെ ഇപ്പോൾ പറയുന്നത്? താങ്കൾക്ക് ഈ ട്രംപിന്റെ വിഷയത്തിൽ അഭിപ്രായം പറയും. രാജ്യത്തെന്താ ചൈന കാനഡ എതിർത്ത ശ്രീ ബാലകൃഷ്ണൻ, ഇത് ചൈനയെ കുറിച്ചല്ല ചർച്ച. എന്ന ഹമാസിനെ തീർക്കണം ആത്മാർത്ഥമായിട്ട് അമേരിക്ക പറഞ്ഞതെങ്കിൽ കട്ടക്ക് ലോകരാജ്യങ്ങൾ സപ്പോർട്ട് ഉണ്ടാവും. അതൊന്നും നടക്കുന്ന കാര്യമാണോ ശ്രീ ബാലകൃഷ്ണൻ? അമേരിക്ക അങ്ങനെ ഏതെങ്കിലും ഒരു സംഘടനയെ തീർക്കാൻ ഇത്രയും കാലം വിചാരിച്ചിട്ട് തീർത്തിട്ടുണ്ടോ? പാടില്ല. ഒരാളെ തീർക്കാൻ അമേരിക്ക കഴിഞ്ഞിട്ടില്ല. ഈ ഭീകരവാദ പ്രസ്ഥാനത്തോട് താല്പര്യോ? ഭീകരവാദ പ്രസ്ഥാനത്തോടല്ല, ഏത് രാജ്യത്തിന്റെ ഏത് ഭീകരവാദ പ്രസ്ഥാനമോ തീവ്രവാദ സംഘടന ആയിക്കോട്ടെ, പക്ഷെ അവരാരെ അടിച്ചു തീർക്കാമെന്ന് പറഞ്ഞ് ഒരാൾ പോയി മറ്റൊരു രാജ്യം പോകേണ്ട കാര്യമില്ലല്ലോ. തീർത്തേ ലോകത്ത് സമാധാനം ഉണ്ടാവും സാർ. അമേരിക്ക ഉണ്ടാക്കുന്ന അത്ര പ്രശ്നങ്ങൾ, ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന രാജ്യം അമേരിക്കയാണ്. അത് താങ്കൾക്ക് തോന്നും. ഈ സംഘടനയെല്ലാം വളർത്തിയതാരാണ്? ഇന്ത്യയെ സംബന്ധിച്ച് അമേരിക്ക ഒരു പുല്ലാണ്. ആരെ സംബന്ധിച്ചാണ്? ഇന്ത്യയെ സംബന്ധിച്ച് അമേരിക്ക പുല്ലാണ്. ഇന്ത്യയെ സംബന്ധിച്ച് അമേരിക്ക പുല്ലാണെന്നോ? യാതൊരു സംശയം. എന്തായാലും താങ്കൾക്ക് എന്തായാലും അക്കാര്യത്തിൽ ഞാൻ മറുപടി ഒന്നും പറയുന്നില്ല. എന്തായാലും അങ്ങനെ ഇന്ത്യയിൽ അമേരിക്കയുമായി തൽക്കാലം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കാര്യമില്ല. എന്തായാലും എല്ലാ തരത്തിലും നമ്മളെക്കാളൊക്കെ ഒരുപാട് സാമ്പത്തികമായിട്ടൊക്കെ നമ്മളുമായിട്ടൊന്നും ഒരു തരത്തിൽ താരതമ്യമില്ലാത്ത ഉയരത്തിൽ നിൽക്കുന്ന രാജ്യമാണ് അമേരിക്ക. അത് വേറെ കാര്യം. എന്തായാലും നമ്മൾ അങ്ങനെ ഒരു ആ തരത്തിലേക്ക് ഇന്ത്യ അങ്ങനെ മറ്റു രാജ്യങ്ങളുമായി യുദ്ധത്തിന് പോകുന്ന ഒരു രാജ്യമല്ല. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ എപ്പോഴും സമാധാനം ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ്. ഇന്ത്യയുടെ നെഹ്റുവിൻ്റെ കാലം മുതൽ ഇന്ത്യയുടെ ശീലം അത് തന്നെയാണ്. ആ ശീലത്തിലാണ് ഇന്ത്യ ഇപ്പോഴും തുടരുന്നത്. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, ശ്രീ ദിവാകരനാണ്. ശ്രീ ദിവാകരൻ തലശ്ശേരിയിൽ നിന്നും. ശ്രീ ദിവാകരൻ, താങ്കൾ എങ്ങനെയാണ് ഈ ട്രംപിന്റെ ഇപ്പോഴത്തെ നീക്കത്തെ, ഒരു ഭീഷണിയുടെ സ്വരത്തിലുള്ള നീക്കത്തെ, അവിടെ സമാധാനം പുലരണമെന്നുള്ളത് ലോകം മുഴുവൻ ആഗ്രഹിക്കുന്നതാണ്, അതിനുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ട്രംപ് ഇത്തരത്തിൽ ഒരു ഭാഷ ഉപയോഗിച്ചുകൊണ്ട്, പ്രകോപനപരമായ ഒരു ഭാഷയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിൽക്കുന്നത്? സാറേ, രണ്ടാമത് കിട്ടിയാലും പ്രൈഡ് ഗോസ് ബിഫോർ എ പോൾസ് എന്ന് പറഞ്ഞ പോലത്തെ ചിന്താഗതിയ. ഒരു ശാന്തിയും സമാധാനം, മനുഷ്യരല്ലേ, തെറ്റുകുറ്റങ്ങളുണ്ട്, അത് തീർക്കുകയും ലോകരാഷ്ട്രങ്ങളിൽ ചേർന്നിട്ട് യൂണിറ്റി സ്ട്രെങ്ത് എന്ന് പറഞ്ഞ പോലെ അത് ശരിയാക്കിയിട്ട് നല്ല വഴിക്ക് കൊണ്ടുവരിക. കുറെ കോവിഡ് വന്ന് കുറെ ചത്ത് തീർന്ന് മയപ്പാറ്റ പോലെ. ഇനി ബാക്കിയുള്ളതിനെ നന്നാക്കി കൊണ്ടുവരില്ലേ വേണ്ട. ഇയാൾ ഭരണം കിട്ടിയവരൊന്നും തിരിയുന്നില്ല. അത് എല്ലാവർക്കും ഉള്ളതാ. പിന്നെ ഓൾഡ് ബിക്കം ഓൾഡ് എന്ന് പറഞ്ഞ പോലെ എല്ലാം ആയി തീരൂ. അവസാനം എല്ലാം കണ്ടുപിടിക്കും. ഈ കോളേഴ്സ് ഒന്നും വയലന്റ് ആയിട്ടൊന്നും കാര്യമില്ല. മനുഷ്യൻ എന്നാലും മദ്യ മാംസമുള്ള ജീവിയാ. ആകെ ഒരു ഒറ്റ ജന്മേ ഉള്ളൂ. അത് നമ്മൾ നല്ല നിലയിൽ നിർത്തുക. കുറെ തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവും, സ്വർഗലോകത്ത് വരെ ഉണ്ട്. അതെല്ലാം തീർത്ത് കൊണ്ടുവരിക. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ രവീന്ദ്രനാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും. ശ്രീ രവീന്ദ്രൻ, അവിടെ ഒരു സമാധാനം ആഗ്രഹിക്കുന്നവരാണ് ലോകത്താകമാനമുള്ള മനുഷ്യരിൽ മഹാഭൂരിപക്ഷവും. ആ സമയത്ത് അങ്ങനെ ഒരു സമാധാന നീക്കമൊക്കെ നടക്കുന്നതിനിടയിലാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത്, ഞാൻ പറയുന്നത് ഉടൻ അനുസരിച്ചില്ലെങ്കിൽ നിങ്ങളെ ആകെ തീർത്തു കളയും എന്ന മട്ടിലൊക്കെ. അങ്ങനെ ലോകത്ത് ഒരു രാജ്യത്തിനും അങ്ങനെ ഒരു തീവ്രവാദ സംഘടനയോ ഭീകരവാദ സംഘടനയോ ഒക്കെ ആയിക്കോട്ടെ, അങ്ങനെ ഒരു സംഘടനയും അങ്ങനെ പെട്ടെന്ന് തീർക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ പോയിടത്തെല്ലാം പരാജയമാണ് ഉണ്ടായിട്ടുള്ളതും. ഇപ്പോഴത്തെ ഈ ട്രംപിന്റെ നീക്കത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? കിരണ, പുള്ളി അങ്ങനെ പറയുമ്പോൾ അതിന് മുന്നേ പുള്ളി പറയുന്ന കാര്യങ്ങളും കൂടെ പറയാം. പുള്ളി പറയുന്നത് എങ്ങനെയാ? സമാധാന ചർച്ച നടത്തി, അമേരിക്ക ഇടപെട്ട് സമാധാന ചർച്ച നടത്തി യുദ്ധം അവസാനിപ്പിച്ചു. അപ്പം കസ്റ്റഡിയിലുള്ള തടവിൽ വെച്ചിരിക്കുന്ന ആൾക്കാരെ വിട്ടുകൊടുക്കണമെന്നും ഇല്ലെങ്കിൽ ഇടപെടുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, ഇല്ലേ? അതെ, ആണോ? അതെ. അപ്പൊ അതും കൂടെ ഇപ്പൊ കിരൺ പറഞ്ഞു പോകണം. അപ്പൊ അത് പറയുന്നില്ല. അത് പറയാതെ പറഞ്ഞില്ല. നമ്മൾ തമ്മിൽ ഞാനും കിരണും കൂടെ ഒരു എഗ്രിമെന്റ് ചെയ്ത എഗ്രിമെന്റ് പ്രകാരം കിരൺ ഞാൻ അത് വ്യവസ്ഥ ലംഘിക്കുകയാണെങ്കിൽ മൂന്നാമത് ഒരാൾക്ക് ഇടപെട്ടിട്ട് പറയാം. ആ ഇടപെടുന്ന നമുക്ക് രണ്ടുപേർക്കും നടുക്കായിരിക്കുന്ന ആൾക്ക് ഇടപെടാമല്ലോ, പറയാലോ.
എന്ന് പറഞ്ഞ പോലെ ഇത് പറഞ്ഞിരിക്കുന്നത്. അതപ്പം അല്ല, എഗ്രിമെന്റ് ശ്രീ രവീന്ദ്രൻ, ഒന്നാം ഘട്ടം എഗ്രിമെന്റ് പ്രകാരം ആ ഒന്നാം ഘട്ടം കഴിഞ്ഞ് വീണ്ടും രാജ്യങ്ങൾ തമ്മിൽ ചർച്ച നടത്തി തുടർ എഗ്രിമെന്റുകൾ എന്നുള്ളതായിരുന്നു. പക്ഷേ അതിനിടയിലെല്ലാം പലപ്പോഴും ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ആ എഗ്രിമെന്റുകൾ ലംഘിച്ചുകൊണ്ട് തന്നെയാണ് അവിടെ വീണ്ടും പല സ്ഥലത്തും വെടിവെപ്പ് ഉണ്ടായതും അവിടത്തേക്ക് ആളുകളെ വരുന്നതിനെ തടഞ്ഞതും അവിടത്തേക്കുള്ള മരുന്ന് അടക്കമുള്ള സാധനങ്ങൾ തടയുകയും ഒക്കെ ചെയ്തു. സ്വാഭാവികമായി അതൊക്കെ ചർച്ച ചെയ്ത് പരിഹരിച്ച് മുന്നോട്ട് പോവുകയല്ലേ വേണ്ടത്? അതിന് പകരം ഭീഷണി മുഴക്കുകയാണ്, മറ്റൊരു രാജ്യത്തെ ചെന്നിട്ട് ഞങ്ങൾ നാളെ തീർത്ത് കളയും എന്നൊക്കെ പറയുകയാണ്. ഇങ്ങനെ ഫസ്റ്റിലെ വെച്ച എഗ്രിമെന്റ് ഇവർ പാലിച്ചിട്ടില്ല, ഇതുവരെ വിട്ടുകൊടുക്കാൻ. ഇസ്രായേലും പാലിച്ചില്ലല്ലോ. ഇസ്രായേലും അതിൽ ഒരുപാട് വീഴ്ചകൾ വരുത്തിയില്ലേ? ഇസ്രായേൽ വെടിനിർത്തൽ നിർത്തിയതല്ലായിരുന്നു. അതിനുശേഷം ഇസ്രായേൽ എത്ര പേരെ കൊന്നു? അതിനുശേഷം ഈ കഴിഞ്ഞ ആഴ്ചയും അവർ അവിടേക്ക് വെടിവെപ്പ് നടത്തിയില്ലേ? അത് കിരണ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നുണ്ടോ? അല്ല, അങ്ങോട്ട് ചെയ്യുന്ന മാത്രം. അതിന് അമേരിക്ക ഇതിപ്പോൾ ഒരാൾ രണ്ടുപേർ തമ്മിൽ അടിക്കുമ്പോൾ ഒരാളോട് ഞാൻ നിങ്ങളെ തീർത്ത് കളയുമെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അതിന്റെ അർത്ഥം എന്താണ്? അവർക്ക് അവിടെ സമാധാനം ആഗ്രഹിക്കുന്നില്ലെന്നല്ലേ? അമേരിക്ക ഇസ്രായേലുമായിട്ട് ചർച്ച ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങളുടെ തടവുകാരെ വിട്ടുതരാന്ന് പറഞ്ഞ് ചർച്ച ചെയ്തിട്ട് നമ്മൾ സമാധാനം തിരിച്ചും പറഞ്ഞിരുന്നു. അവരുടെ തടവുകാരെ ഒരാളിന് പകരമായിട്ട് എത്ര പേരെ വീതം വിട്ടുകൊടുക്കാമെന്ന് തിരിച്ചും പറഞ്ഞിരുന്നു. ഇതാ കുഴപ്പമില്ല, ഇത് ഇല്ലാത്ത കാര്യങ്ങൾ പറയരുത്. പുള്ളി പറയുന്നത് എങ്ങനെയാ? പുള്ളി പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാ? തടവുകാരെ ആയിട്ട് വെച്ചിരിക്കുന്ന അവരെ വിട്ടുകൊടുക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ ഇടപെടുമെന്ന്. ഒന്നാം ഘട്ടത്തിലുള്ള ബന്ദികളെ അവർ വിട്ടുകൊടുത്തല്ലോ, ഇനി രണ്ടാം ഘട്ടത്തിലേക്കുള്ള ചർച്ചകൾ നീങ്ങണ്ടേ? അപ്പൊ നമുക്കൊരു കാര്യം, നമുക്ക് കേരളത്തിൽ ഒരു ഭയങ്കര പ്രകടനവും കാര്യങ്ങളും ഒക്കെ വെച്ച് എങ്ങനെയെങ്കിലും ട്രംപിനെ വിരട്ടി കഴിയുമ്പോഴേ ട്രംപ് എങ്ങനെയെങ്കിലും അങ്ങനെ വിചാരിക്കരുത് ശ്രീ രവീന്ദ്രൻ. കേരളം എന്ന് പറയുന്ന ഈ നാട് ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ഇപ്പോഴല്ല നൂറ്റാണ്ടിന് മുമ്പ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രശ്നങ്ങളുടെ പേരിലൊക്കെ സമരം നടത്തിയിട്ടുള്ള രാജ്യമാണ്. അതെ, നമ്മൾ പറഞ്ഞ കേരളത്തിലെ ആൾക്കാരില്ലാത്ത സ്ഥലങ്ങൾ എവിടെയെങ്കിലും ഉണ്ടോ? അതുകൊണ്ട് മലയാളികൾ അങ്ങനെ ലോകത്തെവിടെ നടക്കുന്ന ഏത് മനുഷ്യന്റെ ദേഹത്തും ഒരു മർദ്ദനമേറ്റാൽ അതിനെ സ്വന്തം ശരീരത്ത് മർദ്ദനമേക്കുന്നവരെ കാണുന്ന ഒരു ജനതയാണ്. അതെ കഴിഞ്ഞിടെ ഒരുത്തും വെടി കൊണ്ടുകൂടെ മരിച്ചിട്ട് ഓടി വന്നിട്ട് പോലും ഇല്ല. ഉണ്ടോ? വെടി കൊണ്ട് മരിച്ചിട്ട് ഓടി വന്നത് കേട്ടില്ല. അതൊക്കെയാണ് ഈ ഞൊഴഞ്ഞു കയറി പോകുന്നതും ഇങ്ങനെ ചാടി പോകുന്നതും അറിയാതെ. അതൊക്കെ നമ്മുടെ രാജ്യത്ത് ജീവിക്കാൻ ഗതിയില്ലാതെ പോകുന്ന ആളുകളൊക്കെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നല്ലേ, പാവങ്ങളല്ലേ. ഇവിടെ മെച്ചപ്പെട്ട സൗകര്യം ഉണ്ടെങ്കിൽ പോവോ? അപ്പൊ നമ്മൾ എവിടെ? ഇന്ത്യയിൽ മെച്ചപ്പെട്ട സൗകര്യം ഉണ്ടെങ്കിൽ അവർ മറ്റു രാജ്യത്തേക്ക് പോവോ? ഇല്ലല്ലോ. കേരളത്തിൽ നിന്ന് പോയവരല്ലേ വെടിയേറ്റത്? കേരളത്തിൽ നിന്ന് പോയവർ മാത്രമാണ് ഏറ്റവും കൂടുതൽ പേര്. പഞ്ചാബിൽ നിന്ന് അവിടുന്ന് ഇവിടുന്ന് എല്ലാം പോകുന്നില്ലേ? മെച്ചപ്പെട്ട ജീവിതം തേടി പോകുന്നത്. മലയാളികൾ പണ്ടേ മെച്ചപ്പെട്ട ജീവിതം തേടി ലോകത്തിന്റെ എല്ലാ രാജ്യത്തും പോകുന്നവരാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ ചാടിക്കയറി ഒരിടത്തും ഒരു രാജ്യത്തും അങ്ങനെ ചെയ്യരുത്. അതൊക്കെ ശരി, അതൊക്കെ സമ്മതിച്ചു. പക്ഷേ ഇത്തരം ആളുകളൊക്കെ ഹുങ്ക് കാണിക്കുമ്പോൾ മലയാളികളെ കളിയാക്കുന്ന മട്ടിൽ നിങ്ങൾ നാളെ പ്രകടനം നടത്തിയാൽ മതി എന്നൊക്കെ പറയുന്നത് ശരിയല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, നമ്മൾ നടത്തിയില്ല. ഒന്ന് നടത്തി അവിടെ സമാധാനം കൊണ്ടുവന്നാണല്ലോ. നമ്മൾ നടത്തി അവിടെ സമാധാനം വന്നാലും ഇല്ലേലും അതിനെക്കുറിച്ച് ശബ്ദിക്കുക എന്നുള്ളത് നമ്മൾ മനുഷ്യരാണെങ്കിൽ അത് നമ്മുടെ ഒരു അവകാശമാണ്. അല്ല, നമ്മൾ നടത്തി കഴിഞ്ഞപ്പോൾ ശരി. എന്തായാലും ശ്രീ രവീന്ദ്രനാണ്. ശ്രീ ബാബുവാണ് മലപ്പുറത്ത് നിന്ന്. ശ്രീ ബാബു, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ശ്രീ ബാലേന്ദ്രനാണ് ഉത്തർപ്രദേശിൽ നിന്നാണ്. ഉത്തർപ്രദേശിൽ എവിടെ നിന്നാണ് ശ്രീ ബാലേന്ദ്രൻ താങ്കൾ വിളിക്കുന്നത്? ബറേലിയിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ? ഓക്കെ, ശരി. ബറേലി നേരത്തെ മേനകാഗാന്ധിയൊക്കെ മത്സരിച്ച, വരുൺ ഗാന്ധിയൊക്കെ മത്സരിച്ച സ്ഥലമല്ലേ? അല്ല, അത് റായ്ബറേലിയിൽ മത്സരിച്ചത് സോണിയാഗാന്ധി അല്ലേ? അത് അവര് ബറേലിയിൽ അവര് മത്സരിച്ചിട്ടില്ല. അമേഠിയും റായ്ബറേലിയിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും മത്സരിച്ചത്. ഓക്കെ, എന്തായാലും താങ്കൾ പറയും. ഞാൻ സ്ഥിരം വിളിക്കാറുള്ള ആളാണ്. അതെ, അറിയാം, പറഞ്ഞോളൂ. പക്ഷെ ഇത് ആരാണ് ഇതിനൊക്കെ ട്രംപിനെ അധികാരപ്പെടുത്തിയെന്ന് മനസ്സിലാവണില്ല. ലോകത്ത് ഒരൊറ്റ രാജ്യം മാത്രമേ ഉള്ളൂ അമേരിക്ക എന്ന് എനിക്ക് തോന്നുന്നു. വേറൊരു രാജ്യക്കാരൊന്നും, എല്ലാ ആൾക്കാരും കൂടി ഒരാളെ ചുമതലപ്പെടുത്തുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് ചാടി കയറി വലിയേട്ടൻ ചമയുകയാണെങ്കിൽ അത് വളരെ മോശം പ്രവൃത്തിയാണ്. അമേരിക്ക അങ്ങനെ ഒരു നിലപാടുമായി, ശക്തമായ നിലപാടുമായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒരു ഭീഷണിയുടെ സ്വരത്തിൽ തന്നെയാണ് സംസാരിക്കുന്നത്. അല്ല, ആ ഭീഷണിപ്പെടുത്താൻ ഇവര് ആരാന്ന് നമുക്ക് മനസ്സിലാവണില്ല. കാരണം നമ്മളൊന്നിനും കഴിവില്ലാത്ത ആൾക്കാർ, മലയാളികള്, കേരളക്കാര്, നമുക്ക് ഇതിൽ റോളില്ല. വെറുതെ സംസാരം നടത്തുക, പ്രസംഗം നടത്തുക, സമരം നടത്തുക. നമുക്ക് വേറെ റോളില്ലെങ്കിലും പ്രതിഷേധിക്കാറുണ്ടവനാണ് മലയാളി. അതെ, ലോകത്തെ വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളിലൊക്കെ. പക്ഷെ ഏത് രാജ്യങ്ങളിലാണെങ്കിൽ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, എതിരെ ആരെ കൊല്ലാണെങ്കിലും ആ കൂട്ടത്തിൽ ഒരു മലയാളി എന്തായാലും നിർബന്ധമായിട്ടുണ്ടാവും. അതെ, അത് ശരിയാണ്. പലപ്പോഴും ലോകത്തെ നമ്മളങ്ങനെ നല്ല കാര്യത്തിലും ചീത്തക്കാര്യത്തിലും എല്ലാം വരുമ്പോൾ മലയാളികളുടെ ആളുകൾ കൂടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നമ്മൾ ആളുകളുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ വരുന്നത്. മലയാളി എന്ന് വേണ്ട, ഇന്ത്യക്കാരനാണല്ലോ. ഇതിപ്പോ അമേരിക്ക ഇന്ന് ഇവരോട് പറഞ്ഞു, നാളെ വേറെ ആർക്കെങ്കിലും വേണ്ട അവരുടെ കുറച്ച് ആൾക്കാരെ കൊല്ലുകയാണെങ്കിൽ കുറച്ച് മലയാളി, കുറച്ച് ഇന്ത്യക്കാരൻ എന്തായാലും അതിൻ്റെ ഉൾപ്പെടും. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ബാബു, ക്ഷമിക്കണം, ശ്രീ ഉണ്ണികൃഷ്ണനാണ്. ശ്രീ ഉണ്ണികൃഷ്ണൻ, താങ്കൾക്ക് പറയാം. നമസ്കാരമുണ്ട്.
അല്ല, ട്രംപ് പറഞ്ഞത് ഈ രണ്ടാമതും ഈ അധികാരം വരുമ്പോ ഈ അവിടെ ആയാലും ഇവിടെ ആയാലും അഹങ്കാരം കൂടി പോണത് പതിവ് തന്നെ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. 2 തവണയൊക്കെ ആകുമ്പോ കുറച്ച് അഹങ്കാരം എല്ലായിടത്തും ഉണ്ടാവുന്നത് തന്നെ. അത് അവിടെ വെച്ച് നിൽക്കട്ടെ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞത് എന്താ പറഞ്ഞേക്കണത്, നിങ്ങൾ ആദ്യം നിങ്ങളെ ഹെഡിങ് പറഞ്ഞപ്പോഴേ വ്യക്തമായിട്ട് നിങ്ങൾ പറഞ്ഞിട്ടില്ല കേട്ടാ. പറയുമ്പം വ്യക്തമായിട്ട് പറയണം. അങ്ങും ഇഞ്ഞും തൊടാതെ സംസാരിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നിങ്ങളെ വാർത്തയിൽ കൂടെ പറഞ്ഞ്, പക്ഷെ നിങ്ങൾ ഹെഡിങ് വായിച്ചത് അങ്ങനെയല്ലല്ലേ. അങ്ങനെ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ പിടിച്ചുകൊണ്ടുപോയിട്ടുള്ള ബന്ധുക്കളെ പൂർണ്ണമായിട്ടും വിട്ടയക്കണം. ഒന്നുകിൽ അവർ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ബോഡിയെങ്കിലും തിരിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ ഞങ്ങൾ പ്രതികാരം ചെയ്യുമെന്നാണ് അങ്ങനെ പറഞ്ഞത്. നിങ്ങൾ അങ്ങനെയാണോ വായിച്ചത്? ആദ്യം നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് നോക്കിയാണ്. നിങ്ങൾ അങ്ങനെയല്ല പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞേക്കണ ഹമാസിനെ കൊല്ലാൻ ഇങ്ങേർക്ക് എന്താ അധികാരം, അവിടെ കടന്നു കയറി ആക്രമിക്കണം. അങ്ങനെ അത് തന്നെയാണ് നമ്മളുടെ ചോദ്യം. അത് തന്നെയാണ്, ഒരു രാജ്യം സമാധാനം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ രണ്ടുപേരെയും കൂടി സമാധാനം ഉണ്ടാക്കാൻ ശ്രമിക്കണം. അതിന് പകരമായിട്ട് നിങ്ങളെ ആകെ തീർത്ത് കളയും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ അദ്ദേഹം ഗസയിലെ ജനങ്ങളോട് പറഞ്ഞത്, നിങ്ങളുടെ മുന്നിൽ മനോഹരമായ ഒരു ഭാവിയുണ്ട്, നിങ്ങൾ ഇതിന് വിട്ടുതരാൻ തയ്യാറാവുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഭാവി നരകമായിരിക്കും, മരണമായിരിക്കും മുന്നിൽ എന്നാണ് പറഞ്ഞത്. ഒരു ജനതയെ നോക്കി മരണമായിരിക്കും മുന്നിൽ എന്ന് ഏതെങ്കിലും ലോകത്തെ ഒരു ഭരണാധികാരി പറഞ്ഞാൽ ആ ഭരണാധികാരിക്കെതിരെ സ്വരം ഉയർത്തേണ്ട ഉത്തരവാദിത്തം ലോകത്ത് ആർക്കുമില്ലേ? അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, അങ്ങോട്ട് തിരിച്ചു ചോദിക്കട്ടെ. പിടിച്ചോണ്ട് പോയി നിങ്ങൾ പിടിച്ചോണ്ട് പോയി കൊന്നിട്ടുണ്ടെങ്കിൽ ശവമെങ്കിലും തിരിച്ചു തരണമല്ലേ അങ്ങനെ ആവശ്യപ്പെട്ട്? പിടിച്ചോണ്ട് പോയി കൊന്നവരുടെയും പിടിച്ചോണ്ട് വെക്കുന്നതിനും 2 ഭാഗത്തും കൊലപാതകം നടത്തി ഏതെങ്കിലും ഒരു ഭാഗത്തെ ന്യായീകരിക്കുമെന്നല്ല. ഒരു സമാധാനം ഉണ്ടാക്കാൻ ശ്രമം നടത്തുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങൾ ഒരു ഭാഗത്ത് ചേർന്ന് നിന്നുകൊണ്ട് മറുഭാഗത്തെ നിങ്ങളുടെ ഗ്യാസ് കഴിഞ്ഞ് വിട്ടു തന്നേരുന്നല്ലേ നേരത്തെ പറഞ്ഞത്? ഞങ്ങൾ അവിടെ ആളുകളെല്ലാം മാറ്റിയാലും ഞങ്ങൾ അവിടെ നന്നാക്കി എടുക്കാമെന്നല്ലേ പറഞ്ഞത്? നിങ്ങൾ ഈ ഹമാസിനെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ ഹമാസിനെ അല്ല സപ്പോർട്ട് ചെയ്യുന്നത്. ഹമാസിനെ എന്നല്ല, ഈ ലോകത്ത് ഏത് രാജ്യത്തും ഏത് ഭീകര സംഘടന, ഞാൻ പറഞ്ഞല്ലോ, ഭീകര സംഘടനയോ തീവ്രവാദ സംഘടനയോ ഏതും ആയിക്കോട്ടെ, ആ സംഘടനയൊന്നും അമേരിക്ക ഇതിനു മുമ്പ് ഒരുപാട് സംഘടനകളെ ഇതുപോലെ ഇല്ലാതാക്കാൻ നോക്കിയല്ലോ. എന്നിട്ട് എന്തായി? അവന്റെയൊക്കെ ആനുകൂല്യങ്ങൾ പറ്റാൻ വേണ്ടി അങ്ങോട്ട് ചെന്നിട്ടല്ലേ? ആരുടെ ആനുകൂല്യം? ഇവരെല്ലാം വളർത്തിയതാരാ? ഈ ഭീകര സംഘടനയെല്ലാം ലോകത്ത് വളർത്തിയത് ഏത് രാജ്യമാണ്? ചെല്ലാത്തവർക്ക് കുഴപ്പമില്ലല്ലോ, ചെല്ലാത്തവർക്കാർക്ക് കുഴപ്പമില്ലല്ലോ. അവന്റെയൊക്കെ അവരിട്ട് കൊടുക്കുന്ന ചൂണ്ടയെ കൊത്തിയിട്ടല്ലേ ഈ അനുഭവങ്ങൾ അവരൊക്കെ. അതെ, ഇവരെല്ലാം വളർത്തുന്നത് അമേരിക്ക തന്നെയാണ്. അല്ലെ തന്നെ ഇന്ന് ഈ വിഷയം എടുത്ത് സംസാരിക്കേണ്ട വല്ല കാര്യമുണ്ട്? ലോകത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയമല്ലേ ഇത്? എന്തോന്ന് നമ്മളെ ഈ കേരളത്തിൽ തന്നെ എന്തുമാത്രം പ്രശ്നം? കേരളത്തിൽ എന്ത് വിഷയമായിരുന്നു ശ്രീ ഉണ്ണികൃഷ്ണൻ ചർച്ച ചെയ്യേണ്ടത്? താങ്കൾ ഒരു വിഷയം പറയും. ഈ അങ്ങ് കിടക്കുന്ന ഹമാസിനെ താങ്കളൊരു വിഷയം പറയൂ. താങ്കൾക്ക് വലിയ അങ്ങനെ കേരളത്തിൽ ഇന്ന് വലിയ ചർച്ചയായി ചെയ്യേണ്ടിയിരുന്നത് എന്ന് തോന്നിയ ഒരു വിഷയം വന്നിരുന്നെങ്കിൽ അത് എടുത്തേനെ. അങ്ങനെ ഒരു വിഷയം ഉണ്ടെങ്കിൽ താങ്കൾ പറയൂ. ഇത്രയും വലിയൊരു പാർട്ടി സമ്മേളനം നടക്കുന്നിടത്ത് പാർട്ടി സമ്മേളനത്തിൽ എന്തെങ്കിലും വിവാദം ഉണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകം ചർച്ച ചെയ്യാൻ. അവിടുത്തെ MLA എവിടെ പോയി? അവിടുത്തെ MLA എവിടെ പോയെന്നുള്ളതാണ് ചർച്ച. മുകേഷ് പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ട ആളാണോ? മുകേഷ് എവിടെ പോയി? മുകേഷ് പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ട ആളാണോ? എന്തുകൊണ്ട് ശ്രീ ഉണ്ണികൃഷ്ണൻ ശ്രീ മുകേഷ് പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ട ആളല്ല, പാർട്ടി സംസ്ഥാന സമ്മേളന പ്രതിനിധിയല്ല. ആ മണ്ഡലത്തിലെ MLA ആണ്. അതിനെന്താണ്? MLA എന്തിനാണ്? MLA ആണോ പാർട്ടി സമ്മേളനം നടത്തുന്നത്? അവിടെ പാർട്ടിയാണ് നടത്തുന്നത്. MLA അല്ല നടത്തുന്നത് പാർട്ടി സമ്മേളനം. എന്തുകൊണ്ട് മാറ്റി? താങ്കൾക്ക് അതിനെക്കുറിച്ച് ധാരണയില്ലാത്തത് കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. MLA അല്ല നടത്തുന്നത്, അത് പാർട്ടി സമ്മേളനം നടത്തുന്നത് പാർട്ടിയാണ്. പാർട്ടി തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് അവിടെ എത്തുന്നത്. താങ്കളുടെ രീതിയൊക്കെ നമുക്ക് വല്ലതും അറിയാം, അതുകൊണ്ടാണ് താങ്കൾ ആ വിഷയം എടുക്കാത്തത്. ശരി, ഓക്കെ. അല്ല, അത് എടുക്കേണ്ട ഒരു വിഷയമായിട്ട് എനിക്കും തോന്നുന്നില്ല. സാധാരണ ഈ കാര്യത്തെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു മനുഷ്യർക്കും തോന്നില്ല. ശരി, ശ്രീ ദിനേശാണ് ചെന്നൈയിൽ നിന്നും. ശ്രീ ദിനേശ്, താങ്കൾക്ക് എങ്ങനെയാണ് ഈ ട്രംപിന്റെ ഇടപെടൽ ആത്മാർത്ഥതയാണോ ഭീഷണിയാണോ? എന്താണ് ട്രംപിന്റെ ഉദ്ദേശമായി താങ്കൾക്ക് തോന്നുന്നത്? ഞാൻ നിഷ്പക്ഷമായിട്ട് പറയാം. പറഞ്ഞോ. സാറിന്റെ ഈ വൈകുന്നേരത്തെ പരിപാടി വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്. സാറാണെങ്കിൽ നിഷ്പക്ഷമായിട്ടാ പറയുന്നത്. പക്ഷെ ഇത് വേറെ പല രീതിയിലും ഇവര് പല ചർച്ചകളും ആവശ്യമില്ലാത്ത വരുന്നുണ്ട്. സാറ് ചോദിച്ചിട്ടുള്ളത് ആൾറെഡി ട്രംപിനാകുമോ ഹമാസിനെ ഒതുക്കാന്നുള്ള തീർക്കാന്നല്ലേ ചോദിച്ചത്. അതിനുള്ള ആൻസർ ആണ് പറയേണ്ടത്. പല ആളുകളും വിഷയങ്ങൾ മാറ്റി പോകുന്നു. അല്ല, അതിനുള്ള ചാൻസ് കൊടുക്കരുത്. ഇപ്പൊ സമ്മേളനം ഇതിലേക്ക് പറയേണ്ട ഒരു ആവശ്യമുണ്ടോ സാറേ ഇതില്? അദ്ദേഹത്തിന് വേറെ ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ സാറേ, ഞാൻ പറയുകയാണെങ്കിൽ ട്രംപിന് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ സാധിക്കും. കാരണം എന്താ വെച്ചെങ്കിൽ അവരെ നേരിടാനായിട്ട് നമ്മുടെ ഇതില് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രതിപക്ഷം ഇല്ല. എല്ലാ കൺട്രീസിന്റെയും കൂടിയിട്ടുള്ള ഒരു ഇത് വേണം. അല്ലാതെ ഇവര് രാജ്യഭരണം പോലെ അവര് പല സ്ഥലങ്ങളും നശിപ്പിച്ചു. ലിബിയ നശിപ്പിച്ചു, അഫ്ഗാനിസ്ഥാൻ നശിപ്പിച്ചു, സദ്ദാമിന്റെ ഇറാഖ് നശിപ്പിച്ചു. ഇതൊക്കെ ചെയ്തു. അല്ലാതെ അപ്പൊ അതിനൊക്കെ നേരിടാൻ വലിയ രാഷ്ട്രങ്ങൾ ഇടപെടണം.
യൂറോപ്യൻ യൂണിയനോ അല്ലെങ്കിൽ ചൈന പോലുള്ളതോ അവർ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. അല്ലാതെ ഇവരെ ട്രംപിനെ കംപ്ലീറ്റ് അങ്ങോട്ട് എന്ത് വേണമെങ്കിൽ ചെയ്യാന്നുള്ള ഒരു ഇതിൽ നമ്മൾ ചെയ്യാൻ പാടില്ല. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ബാബു ആണ് മലപ്പുറത്ത് നിന്നും. ശ്രീ ബാബു, താങ്കൾക്ക് പറയാം. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ അമേരിക്ക ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണല്ലോ. അതെ, ഏതൊരു കേൾക്കാൻ പറഞ്ഞോളൂ. അമേരിക്ക ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയും സാമ്പത്തിക ശക്തിയാണ്. അതെ, ഏതൊരു ശക്തിയെയും നേരിടാനുള്ള സാമ്പത്തികവും സൈനികവുമായ ശക്തിയുണ്ട്. എങ്കിലും ഈ അമേരിക്ക ആണ് ഈ ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിലും രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം എല്ലാ രാജ്യങ്ങളെയും അവിടെ ചെന്നുകൊണ്ട് ഈ ഭീകര പ്രവർത്തനം നടത്തുകയും ആ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും തകർത്തുകൊണ്ട് അമേരിക്ക സ്വന്തം ലോക പോലീസായി ചമയുകയാണ് ചെയ്തത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ജോസഫാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ ജോസഫ്, താങ്കൾ എങ്ങനെയാണ് ട്രംപിന്റെ ഇപ്പോഴത്തെ വാക്കുകളെ കാണുന്നത്? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ? നമസ്കാരം, പറഞ്ഞോളൂ. ഹലോ, നമസ്കാരം. പറഞ്ഞോളൂ. നമസ്കാരം, തുടർച്ചയായി പറഞ്ഞോളൂ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കുന്നുണ്ട് ശ്രീ ജോസഫ്, തുടർച്ചയായി പറഞ്ഞോളൂ. നമസ്കാരം. എനിക്ക് പറയാനുള്ളത് ആദ്യം സ്പൂണനാണ് നാഗസാക്കിലെ ഹിരോഷിമയിലും ബോംബിംഗ് അഡ്മിനിസ്റ്റർ ചെയ്ത ആള്. അദ്ദേഹത്തിന്റെ പേര് ആർക്കും അറിയില്ല. ഹിറ്റ്ലറും സ്റ്റാലിനും എല്ലാവർക്കും അറിയാം. അമേരിക്കയെ എപ്പോഴും വിട്ടുവീഴ്ച എല്ലാവരും കൊടുത്തിട്ടുണ്ട്. പിന്നെ ചൈന ഇന്ത്യയും തമ്മിലുള്ള അതിർത്തി അടിച്ചേൽപ്പിച്ചത് ചൈനയുടെ മേല്. നമ്മുടെ സൗത്ത് നോർത്ത് ഈസ്റ്റേൺ റീജിയനിലെ ആൾക്കാർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം ചൈനക്കാരായിട്ടാണ്. ഞാൻ എനിക്ക് കിടക്കണില്ല. പിന്നെ ആരോ ഇവിടെ CPM-കാരെയും മുസ്ലിമും വേട്ടായിരുന്നൊരു മനുഷ്യന്റെ ആളെ പേര് കേട്ടക്കല്ല. അവസാനം അമേരിക്കനും തെറി പറഞ്ഞത്. ആളെ പേരും പറഞ്ഞില്ല, മനസ്സിലായല്ലോ. പിന്നെ ആൾക്ക് ഈ രണ്ടും കൂട്ടിപ്പോട്ട് അവസാനം അമേരിക്കനും കുറ്റം പറഞ്ഞയാള്. പിന്നെ പണ്ടൊരു ഈക്വിലിബ്രിയം ഉണ്ടായിരുന്നു അവിടെ USSR റഷ്യൻ അമേരിക്കൻ തമ്മിൽ. USSR അതിനുശേഷം അമേരിക്കയുടെ ഒരു പോലീസായി മതി അമേരിക്ക മാറി. അതാണ് എല്ലാ പ്രശ്നത്തിനും കാരണം. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ബാബു ആണ് മലപ്പുറത്ത് നിന്നും. ശ്രീ ബാബു, താങ്കൾ എങ്ങനെയാണ് ഈ ട്രംപിന്റെ ഇപ്പോഴത്തെ നീക്കത്തെ കാണുന്നത്? അത് ഒരു സമാധാനത്തിനുള്ള നീക്കമാണോ അതോ ട്രംപിന്റെ ഈ റിയൽ എസ്റ്റേറ്റ് അടക്കമുള്ള താല്പര്യങ്ങൾ വെച്ചുള്ള നീക്കമാണോ? ഹലോ, നമസ്കാരം, പറഞ്ഞോളൂ. ഈ അമേരിക്കന്റെ പ്രതിഷ്ഠ നശിച്ചു പോയിട്ടുണ്ട്. കുറച്ചു കാലങ്ങൾക്ക് ശേഷം ലോക പോലീസിന്റെ പദവിയിലേക്ക് അമേരിക്ക വീണ്ടും അത് കൈപ്പിടിയിൽ ഒതുക്കാൻ തന്ത്രമാണ് അമേരിക്കക്ക്. ശരി, ഓക്കെ. ശ്രീ രാജേഷ് ആണ് കണ്ണൂരിൽ നിന്നും. ശ്രീ രാജേഷ്, താങ്കൾ എങ്ങനെയാണ് ട്രംപിന്റെ ഇപ്പോഴത്തെ നീക്കത്തെ? അതൊരു സമാധാന ശ്രമമായി കാണാൻ കഴിയുമോ? അതൊരു സമാധാന ശ്രമമായിട്ട് കാണാൻ കഴിയും. പക്ഷേ ഇന്ത്യ ഇന്നുവരെ ഹമാസിനെ ഒരു തീവ്രവാദ സംഘടനയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഇന്ത്യ ഇപ്പോൾ എല്ലാ കാലത്തും ഇന്ത്യ അങ്ങനെ പ്രഖ്യാപിച്ചിട്ട് ഇന്ത്യ പലസ്തീനോട് അനുഭാവം കൊടുത്ത രാജ്യമാണ്. അല്ല, പിന്നെ ഇന്ത്യയിലിരിക്കുന്ന നമ്മൾ ഈ ഹമാസിനെ അങ്ങ് പൂർണ്ണമായിട്ട് തീവ്രവാദ ഓരോരുത്തരുടെ ഓരോരുത്തരുടെ അഭിപ്രായത്തെ നമ്മൾ ചോദ്യം ചെയ്യുന്നത് ശരിയാണ്. അല്ല, പിന്നെ പറയുന്നുണ്ട് ഇന്ത്യക്ക് അമേരിക്കയെ പേടിയില്ലെന്ന് പറഞ്ഞു ഒരു പ്രേക്ഷകന്. ഇന്ത്യക്ക് അമേരിക്ക പേടിയില്ലെങ്കിൽ എത്ര ആൾക്കാരെ ചങ്ങലക്കിട്ട് കൊണ്ടുവന്നു. നമ്മുടെ വിഷയം അതല്ല ശ്രീ രാജേഷ്, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നമ്മുടെ വിഷയം അതല്ല. നമ്മൾ ഈ വിഷയത്തിൽ താങ്കൾക്ക് പറയാം, കുഴപ്പമില്ല. ഈ വിഷയം പറയുന്നല്ല. പിന്നെ ഈ വിഷയം സംസാരിക്കുമ്പോൾ പാർട്ടി സമ്മേളനത്തിൽ ഞാൻ കോൺഗ്രസ്സുകാരനാണ്. മാർക്സിസ്റ്റ് പാർട്ടിയിലെ സമ്മേളനത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിനെ എല്ലാത്തിനും ഇട്ട് നമുക്ക് കുത്തേണ്ട ആവശ്യമൊന്നുമില്ല. അതെന്തെങ്കിലും ആട്ടെ, ഞാൻ നിങ്ങളെ ഈ വിഷയം പറയും ശ്രീ രാജേഷ്. അല്ല, ഞാൻ പറയുന്നത് ഇതിപ്പം ഇവിടെ ഹമാസിനെ അടിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഗൾഫ് രാജ്യങ്ങളൊക്കെ ഇതിൽ നേരെ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുള്ളൂ. അവിടെ ഒരു യുദ്ധമാണ് നടക്കാൻ പോകുന്നത്. അല്ലാതെ അവിടെ പിന്നെ രണ്ടാമത് അധികാരത്തിൽ ട്രംപ് വന്നപ്പോൾ ട്രംപിന്റെ കുടുംബത്തെ ഉയർത്തി കാണിക്കണം എന്നല്ലാതെ വേറൊന്നുമില്ല. നമ്മൾ മിനിയാതെ തന്നെ അവിടെ കണ്ടു, വൈറ്റ് ഹൗസിലുള്ള ഇതിൽ നമ്മൾ കണ്ടാണ് വൈറ്റ് ഹൗസിലെ ട്രംപിന്റെ ഭാര്യയെയും മക്കളെയും പുകഴ്ത്തിക്കൊണ്ടുള്ള പ്രസംഗങ്ങളൊക്കെ അവിടെ നടക്കുന്നത്. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. അടുത്തത് ശ്രീ ജോസഫാണ് ഫോർട്ട് കൊച്ചിയിൽ നിന്നും. ശ്രീ ജോസഫ്, താങ്കൾ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ ട്രംപിന്റെ നീക്കത്തെ കാണുന്നത്? നമസ്കാരം സാറേ. നമസ്കാരം സാറേ, നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തുടങ്ങാം സാറേ. നമ്മുടെ അമിത്ഷാ ആഭ്യന്തരമന്ത്രി പറഞ്ഞത് ഇന്ത്യയിൽ ഒരു നക്സൽ പോലും ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടാക്കിയെടുക്കുമെന്ന് ഒരാഴ്ച മുമ്പ് അദ്ദേഹം 10 വർഷം മുമ്പ് ഇങ്ങനെ തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്.
അതെ, അതിനെക്കുറിച്ച് സാറ് എന്താണ് അഭിപ്രായം? നമ്മൾ അങ്ങനെ ലോകത്ത് ശ്രീ ജോസഫ്, ലോകത്ത് ഇനി തീവ്രവാദ സംഘടനയോ ഭീകരവാദ സംഘടനയോ എന്തോ ആയിക്കോട്ടെ, ഈ സംഘടനകളെല്ലാം പ്രത്യേകത അവർ വൈകാരികതയിലാണ് ചേർന്ന് നിൽക്കുന്നത്. അവരുടെ ഒപ്പം നിൽക്കുന്ന ആളുകളിൽ വലിയൊരു വിഭാഗം വിശ്വസിക്കുന്നു, അവർ പറയുന്നത് ശരിയാണെന്ന്. അവർ മരിക്കാനും തയ്യാറായി നിൽക്കുന്ന, ജീവൻ കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന മനുഷ്യരാണ്. അത്തരം മനുഷ്യരുമായി ചർച്ച നടത്തി അവരെ ശരിയായ വഴിയിലേക്ക് കൊണ്ടുവരിക എന്നതിനപ്പുറത്തേക്ക് അവരെ ആരെയും ആയുധം കൊണ്ട് അടിച്ചമർത്തി കഴിയാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതുവരെ ലോകത്ത് അങ്ങനെ ഒരു സംഘടനയും അടിച്ചമർത്തി പൂർണ്ണമായി ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നത് അതല്ല സർ, നമ്മൾ തർക്കത്തിന് തന്നെയല്ല. സാറിന്റെ അഭിപ്രായമാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ എന്റെ അഭിപ്രായമാണ് പറഞ്ഞത്. അതെ, അതായത് ക്ലിയർ ആവാത്തതുകൊണ്ടാണ് ഞാൻ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നത്. അതായത് ഒരാൾ പോലും അവശേഷിക്കില്ല എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഏത് രീതിയിലും ഉന്മൂലനം ചെയ്യുമെന്ന് തന്നെയാണ്. അതെ, അത് എന്തുകൊണ്ടാണ്? ഇന്ത്യയെ കാക്കുന്ന പട്ടാളക്കാരടക്കം ആ ഭാഗത്ത് താമസിക്കുന്ന സാധാരണ ജനങ്ങളെ അടക്കം അവര് നിഷ്കരണം കൊല്ലുന്നതുകൊണ്ടല്ലേ സാർ? അതെ. അപ്പോ അങ്ങനെ വരുമ്പോ അത്തരം പ്രവർത്തനങ്ങളെ ഇന്ത്യ പ്രോത്സാഹിപ്പിക്കില്ല. അല്ല, പ്രോത്സാഹിപ്പിക്കുകയല്ല. ഇവരെ ഒന്നും ശ്രീ ജോസഫ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ തീവ്രവാദ സംഘടനകളെയും ഭീകരവാദ സംഘടനകളെയൊക്കെ നമ്മൾ എതിർക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും ഇവർക്കെല്ലാം ഒരു കോസ് ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നിൽക്കുന്നുണ്ട്. അതിൻ്റെ കൂടി കുറേ പേര് മനഃപൂർവ്വമായി യുദ്ധം ചെയ്യാനും കച്ചവട താല്പര്യമൊക്കെ ആയിരിക്കും. പക്ഷെ അതിലേക്ക് ആകർഷിക്കപ്പെടുന്ന കുറേയേറെ സാധാരണക്കാരായ മനുഷ്യരുണ്ട്. അവർ ചിലപ്പോൾ ആ ഒരു വൈകാരികതയ്ക്ക് വേണ്ടി നിൽക്കുന്നവരാവും. അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും അത് ബോധവൽക്കരണമൊക്കെ നടത്തി ആ തരത്തിലേക്ക് മാറ്റുക, ആയുധം കൊണ്ടും മാറ്റാനൊക്കെ ശ്രമിക്കും. പക്ഷെ ഒറ്റയടിക്ക് എല്ലാവരും യുദ്ധം ചെയ്ത് നാളെ ഇല്ലാതാക്കി തീർത്തേക്കാം എന്ന് പറഞ്ഞ് ലോകത്ത് ഒരു സംഘടന ഇല്ലാതാക്കാൻ, താലിബാനെ ഇല്ലാതാക്കാൻ നോക്കി നടന്നിട്ടില്ല, ലഷ്കർ-ഇ തൊയ്ബയെ ഇല്ലാതാക്കാൻ നോക്കി നടന്നിട്ടില്ല, അങ്ങനെ ലോകത്ത് ഈ ഹൂതികളെ ഇല്ലാതാക്കാൻ നോക്കി നടന്നിട്ടില്ല. ലോകത്ത് ഇതുവരെയുള്ള ചരിത്രത്തിൽ അങ്ങനെ എന്തിന് LTT സ്വന്തം ജനത പോലും തള്ളിപ്പറഞ്ഞ LTTയെ പോലും പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ കഴിയത്തില്ല. അങ്ങനെ പൂർണ്ണമായി ആരെയും വെടിവെച്ച് കൊന്നു തീർത്ത് ഞങ്ങൾ നാളെ സമാധാനം കൊണ്ടുവരാം എന്ന് പറഞ്ഞാൽ അത് ചരിത്രത്തിൽ ഇതുവരെ നടന്നിട്ടില്ലാത്ത ഒന്നാണ്. സാറ് ഈ ഹമാസിന്റെ നാൾ വഴി സാറ് മറന്നുപോയി. ഈ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് യുദ്ധത്തിന്റെ നാൾ വഴി സാറൊന്ന് ഓർത്തിരുന്നെങ്കിൽ അതെന്താണ് കൃത്യമായി മനസ്സിലാവുമായിരുന്നു. നാൾ വഴിക്ക് എന്താണ് കുഴപ്പം? ഈ ജൂതന്മാരുടെ പ്രത്യേക ഒരു പ്രാർത്ഥനാ സമയത്താണ് അവർ ഈ ഹമാസ് അറ്റാക്ക് ചെയ്യുന്നത്. അത് സാറ് മറന്നുപോയോ? ശ്രീ ജോസഫ്, ഹമാസ് അറ്റാക്ക് ചെയ്യുന്നത് ഞാൻ ഹമാസിനെ ന്യായീകരിക്കുകയൊന്നുമല്ല. ഹമാസിന് ഹമാസിൻ്റെതായ ന്യായീകരണങ്ങളുണ്ട്. ഈ പലസ്തീനികൾ എത്രയോ കാലമായി അവർ അനുഭവിക്കുന്ന ദുരന്തം, എത്രയോ കാലമായി അവരുടെ തലമുറകളായി അവർ പിറന്ന മണ്ണിൽ കഴിയാത്ത അവസ്ഥ, അവർക്ക് നിരന്തരമായി തോക്കിൻ്റെയും അല്ലെങ്കിൽ ഇതിനെല്ലാം മുന്നിൽ നിന്ന് ഭീകരമായി പേടിച്ച് കഴിയേണ്ട അവസ്ഥ, അത്തരം അവസ്ഥയിലൊക്കെ അവർ പ്രതികരിച്ചിട്ടുണ്ട്. അവർ പ്രതികരിച്ച ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. പൂർണ്ണമായും തെറ്റ്. ലോകത്ത് അങ്ങനെ തെറ്റ് കാണിക്കുമ്പോൾ ആ തെറ്റിനെ പരിഹരിക്കേണ്ടത് അത് സമാധാനം ഉണ്ടാക്കാനല്ല, ഒരുത്തരെ പ്രകോപിപ്പിച്ചുകൊണ്ടല്ല അവർ സമാധാനം ഉണ്ടാക്കുന്നത്. ആണോ ഇത് സാറ് ഹമാസിനോട് പറ. ഒരാളെ ഇത് ഹമാസിനോട് പറഞ്ഞ ഹമാസ് ഇപ്പോൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ലേ? എന്തിനാ കൈയും കാലും പോയപ്പോഴോ? കൈയും കാലും പോയപ്പോഴോ? ഹമാസിനെ ഇത്ര കാലമായിട്ട് ഇസ്രായേലിൽ അടിച്ചിടാൻ കഴിയില്ലല്ലോ. ഹമാസിന്റെ ഉടല് മാത്രമേ ഉള്ളൂ, കൈയും കാലും പോയിരിക്കും. ജോസഫ്, ഇത്രയും കാലം ശ്രമിച്ചിട്ടും ഹമാസിനെ ഒന്നും ഇസ്രായേലിനെ പോലെ ലോകത്തെ ഏറ്റവും വലിയ സ്പൈ നെറ്റ്വർക്ക് ഉണ്ടെന്ന് പറഞ്ഞ രാജ്യത്തിനെ അവരൊരു ദിവസം കയറി അടിച്ച് ഇട്ടില്ലേ? സാറേ, ആണുങ്ങളെ പോലെ നേരിട്ട് മുട്ടിങ്ങി ഇത്രയും അവരെ ആണും പെണ്ണുമൊന്നും ഇല്ല സാർ. ഈ ആണും പെണ്ണുമൊന്നും ഇല്ല. ലോകത്തെ എല്ലാ സംഘടനയ്ക്കും, എല്ലാ ഭീകരവാദ സംഘടനകളായാലും ഏത് സംഘടന രാജ്യമായാലും അങ്ങനെ ഒരാളെയും അടിച്ചമർത്തി തീർത്ത് നാളെ അങ്ങ് സ്ഥാപിക്കാം എന്ന് കരുതിയാൽ ആർക്കും നടക്കത്തില്ല. ഞാൻ ഹമാസിനെ അങ്ങനെ ഇല്ലായ്മ ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അതെ, നമ്മൾ പറയുന്നുള്ളൂ. അല്ല, ഹമാസിനെ അല്ലാതെ അവിടെ സമാധാനം വേണം. ശ്രദ്ധിക്കണം സാറ്, ഈ ചാനലിൽ നിന്ന് സംസാരിക്കുമ്പോൾ സാറ് ഒന്ന് ശ്രദ്ധിക്കണം. എന്ത് ശ്രദ്ധിക്കണം? അതായത് ഈ ഇസ്രായേലിനെ പ്രലോഭിപ്പിച്ചാണ് ഇസ്രായേൽ എത്രയോ കാലമായി ഈ പലസ്തീനെ പ്രകോപിപ്പിക്കുന്നു. എത്രയോ വർഷങ്ങളായി പ്രകോപിപ്പിക്കുന്നു. ഇസ്രായേൽ ആകെ കൊന്നൊടുക്കിയതിന്റെ ഒരു 10 ആളുകളെ കൊന്നൊടുക്കിയിട്ടുണ്ടോ തിരിച്ച്? ഞാൻ ശ്രീ ജോസഫ്, ഞാൻ ചോദിച്ചോട്ടെ, എത്രയോ കാലമായി ഓരോ പലസ്തീന്റെയും പലസ്തീനിലെ ഏത് കുടുംബത്തിൽ ചെന്നാലും അവന്റെ അച്ഛനെയോ അപ്പൂപ്പനെയോ അമ്മുമ്മയോ അവന്റെ ബന്ധുക്കൾ, അവന്റെ രക്തബന്ധത്തിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ ഇസ്രയേലിന്റെ ബോംബേറ്റ്, ഇസ്രയേലിന്റെ വെടിയേറ്റ്, ഇസ്രയേലിന്റെ ക്രൂരതയേറ്റ് കൊല്ലപ്പെടുകയോ അംഗഭംഗം വരികയോ ചെയ്തവർ ഓരോ കുടുംബത്തിലുമുണ്ട്. അങ്ങനെയുള്ളൊരു ജനതയോട് നിങ്ങൾ ഇപ്പോഴത്തെ കാര്യം മാത്രം പറഞ്ഞാൽ മതി എന്ന് പറയാൻ കഴിയുമോ? ഇല്ല, ഇല്ലല്ലോ. ഇസ്രയേലിനെ കൊന്ന ഈ യുദ്ധത്തിൽ തന്നെ ഇസ്രയേൽ ആകെ എത്ര ഇസ്രയേലികൾ മരിച്ചിട്ടുണ്ട്, എത്ര പലസ്തീൻ ജനത എത്ര മരിച്ചിട്ടുണ്ട്, അതിന്റെ കണക്കുകൾ തമ്മിൽ താരതമ്യം ചെയ്താൽ തന്നെ തുച്ഛമല്ലേ? സാറ് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല സാർ. ഇവരിപ്പോഴും അടങ്ങി ഒതുങ്ങിയിരിക്കുന്നു സാറിന് തോന്നുന്നുണ്ട് ഹമാസ്? അല്ല, ഹമാസിനെ അടങ്ങി ഒതുക്കി ഇരുത്താനും അവരെ സമാധാനത്തിന്റെ വഴിയിലേക്ക് പലസ്തീനെ കൊണ്ടുവരാനും അല്ലേ ശ്രമിക്കേണ്ടത്? അതാണ് ട്രംപ് പറഞ്ഞത്. നിങ്ങൾ അടങ്ങി ഒതുങ്ങി ഇരുന്നില്ലെങ്കിൽ, അങ്ങനെയാണോ പറയുന്നത്? അടങ്ങി ഒതുങ്ങി ഇരുന്നില്ലെങ്കിൽ നിങ്ങളുടെ രാജ്യത്തെ നിങ്ങളെ തീർത്ത് കളയുമെന്നാണോ പറയുന്നത്? അത് പറയാൻ ട്രംപ് ആരാണെന്നുള്ളതാണ് ചോദ്യം. അത് പറയാൻ ട്രംപ് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. മനുഷ്യ സ്നേഹിയാണ്.
ട്രംപ് എങ്ങനെയാണ് മനുഷ്യ സ്നേഹിയാവുന്നത്? അത് അമേരിക്കയിലെ പ്രസിഡന്റാണ് അയാൾ. അയാൾ അമേരിക്കയുടെ പ്രസിഡന്റാണ്. അയാൾ ഇസ്രായേലിന്റെ പലസ്തീന്റെ പ്രസിഡന്റ് അല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ സാർ ഇന്ത്യക്കാരനല്ലേ? അതെ. സാർ എന്തിനാ ഈ കാര്യം സംസാരിക്കുന്നത്? നമ്മളിവിടെ അഭിപ്രായം പറയാണ്, അല്ല നാളെ അവരെ പോയി തീർത്ത് കളയുമെന്നല്ല പറയുന്നത്. അദ്ദേഹം അഭിപ്രായം പറഞ്ഞാണ്. ശരി, അദ്ദേഹത്തിന്റെ ആ അഭിപ്രായത്തോടുള്ള വിയോജിപ്പാണ് ആളുകൾ രേഖപ്പെടുത്തുന്നത്. ശരി, ഓക്കെ. എന്തായാലും ശ്രീ ജോസഫിന്റെ അഭിപ്രായം അങ്ങനെ. ശ്രീ വിജയനാണ് കാസർഗോഡ് നിന്ന്. ശ്രീ വിജയൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ശ്രീ വിജയൻ പറയാം. നമുക്ക് യൂട്യൂബിലെ ചില കമൻറ്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു അതിനകത്ത് മുഹമ്മദ് അത് വേറെ ബാലകൃഷ്ണനെതിരെ പറഞ്ഞേക്കുന്നത്. എന്തായാലും തൽക്കാലം ബന്ദികളെ പിടിച്ചു വെച്ചിട്ട് എന്ത് സമാധാനം, അമേരിക്കക്കാരും ബന്ദികളുണ്ട്, അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് സംസാരിക്കുമെന്ന് ഐരു പറയുന്നു. അമേരിക്കക്കാരല്ല ഇനിയുള്ള ബന്ദികളായിട്ടുള്ളവർ, ഇസ്രയേലികളാണ്. നേരത്തെ ഉള്ള വിദേശ രാജ്യങ്ങളിലെ ബന്ദികളൊക്കെ നേരത്തെ വിട്ടതാണ്. നമസ്കാരം. ഇന്ത്യയെ സംബന്ധിച്ച് അമേരിക്ക പുല്ലായതുകൊണ്ടാണ് കുടിയേറ്റക്കാരെ വിലങ്ങ് വെച്ച് കൊണ്ടുവന്നപ്പോൾ മോദി എന്തു ചെയ്തു എന്ന് ജയകുമാർ ചോദിക്കുന്നു. യുദ്ധം തുടങ്ങിയത് ഒരുപാട് പലസ്തീനികളെ ബന്ദികളായി ഇസ്രയേലും കൊണ്ടുപോയിട്ടുണ്ട് എന്ന് ഗൾഫ് സഫാരി എന്ന് പറയുന്നത്, സ്വന്തം പേരെല്ലാം തോന്നുന്നു, ഒരാൾ പറയുന്നു. മോദി 3 പ്രാവശ്യം വന്നതിൽ അഹങ്കാരമെന്ന് ഉണ്ണികൃഷ്ണൻ പറയുമെന്നൊക്കെ. അവർ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള രാഷ്ട്രീയ വ്യത്യാസത്തിനെ കുറിച്ചൊക്കെയുള്ള അഭിപ്രായങ്ങളാണ്. എന്തായാലും നമുക്ക് റെജി ഉണ്ട് ആലപ്പുഴയിൽ നിന്നും. ശ്രീ റെജി, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ശ്രീ ജോസഫാണ് ബാംഗ്ലൂരിൽ നിന്നും. ശ്രീ ജോസഫ്, താങ്കൾക്ക് പറയാം. ജോസഫിനെ ടെലിഫോണിൽ എന്തോ. ജോസഫ് കേൾക്കാമോ? കേൾക്കാം. ജോസഫിന് കൊടുത്ത ഉത്തരം വളരെ കൃത്യമാണ്. താങ്കളല്ലേ ജോസഫ്? ഞാൻ ജോസഫാണ്. പക്ഷേ ഒരു സോറി. അത് വളരെ കൃത്യമായിട്ടുള്ള ഉത്തരവ് കൊടുത്തത്. ഒരു രാജ്യത്തെയും ഒരു പ്രസ്ഥാനത്തെയും അവസാനിപ്പിക്കാം. അതാണ് ലോക മനസാക്ഷി ഇത്രയും കാലം കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഈ കൊന്നൊടുക്കാമെന്ന് ആരെങ്കിലും ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനോട് ഒരു തരത്തിലും മനുഷ്യ ചിന്തയുള്ള ഒരു മനുഷ്യനും യോജിക്കാൻ പറ്റത്തില്ല. ഒന്ന്. പിന്നെ ഈ ഹമാസ് ആലോചിക്കേണ്ടത് 47,000 ആൾക്കാരെ ഇവരുടെ ഈ ഒരു കിഡ്നാപ്പിംഗ് കൊണ്ട് നഷ്ടപ്പെട്ടു. അപ്പം ഇങ്ങനെയുള്ള മെത്തേഡ് ഉപയോഗിക്കാതെ ലോകത്തിലുള്ള മറ്റു രാജ്യങ്ങളിലെ എല്ലാം ചേർത്തുകൊണ്ട് ഈ അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവർ പൊരുതുകയാണ് ചെയ്യേണ്ടത്. ട്രംപ് വിചാരിച്ചാൽ ചെയ്യാറില്ല. ഇനി അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക ചെന്ന് പെട്ടതുപോലെ ഇവിടെയും വന്ന് പെടും. ട്രംപ് അവസാനം പുലിവാല് പിടിക്കും. ഇതാണ് ഉണ്ടാകാൻ പോകുന്നത്. ശരി, ശ്രീ ജോസഫിന്റെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ഏതെങ്കിലും ഒരു സംഘടനയെ അങ്ങനെ നാളെ ഇല്ലാതാക്കാം എന്ന് പറഞ്ഞുകൊണ്ടല്ല. പക്ഷേ ഹമാസിൻ്റെ ഭാഗത്തുനിന്നും അവർ ചെയ്യുന്ന തെറ്റുകളെ, അവർ ചെയ്യുന്ന ഭീകരപ്രവർത്തികളുണ്ടെങ്കിൽ അതിനെ അപലപിച്ചുകൊണ്ട് തന്നെ ഇതിന് പരിഹാരം, അവിടെ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടക്കേണ്ടത്. നമുക്ക് ഈ വിഷയത്തിൽ ചർച്ച തുടരേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. പറയുന്നുണ്ട്, നിങ്ങൾക്ക് മുന്നിൽ മനോഹരമായൊരു ഭാവിയുണ്ട്, നിങ്ങൾ ബന്ദികളെ വിടാൻ ഉദ്ദേശമില്ല എങ്കിൽ നിങ്ങളുടെ മുന്നിൽ നരകമായിരിക്കും, മരണമായിരിക്കും എന്നതുകൂടി പറയുന്നുണ്ട്. ഇത് അവിടെ സമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണോ, ട്രംപിൻ്റെ മറ്റു പല നീക്കങ്ങളുടെ ഭാഗമാണോ എന്നുള്ള വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ശ്രീ ഏലിയാസ് ആണ് എറണാകുളത്ത് നിന്നും. ശ്രീ ഏലിയാസ്, താങ്കൾക്ക് പറയാം. ശ്രീ അനിയൻകുട്ടനാണ് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീ അനിയൻകുട്ടൻ, ഈ രണ്ട് രാജ്യങ്ങളെ തമ്മിൽ അടിച്ച രണ്ട് രാജ്യങ്ങളെ ഒരു സമാധാനത്തിലൊക്കെ എത്തിച്ചൊരു പരുവത്തിലാക്കുമ്പോഴാണ് വീണ്ടും ട്രംപ് പറയുന്നത് ഉടൻ ഭീഷണിയുമായിട്ടൊക്കെ നിൽക്കുന്നത്. അത് ഒരു സമാധാനം ഉണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണോ? സാറേ നമസ്കാരം. നമസ്കാരം സാറേ, എനിക്ക് വേറെ 1-2 കൂട്ടം കാര്യങ്ങളാണ് പറയാൻ വരുന്നത്. നമ്മളിപ്പം ഈ ഹമാസിന്റെയോ അമേരിക്കയുടെ കാര്യമല്ല ഇപ്പോഴല്ല എടുത്തിരുന്നത്. നമ്മുടെ കേരളത്തിലുള്ള കാര്യം ഇടുന്നത് അതൊക്കെ പിന്നീട് നമുക്ക് സംസാരിക്കാനേ, പിന്നീടൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ഇവിടെ നമ്മുടെ കുട്ടികളെയെല്ലാം 10, 15, 14 വയസ്സായ കുട്ടികളെയെല്ലാം മയക്കുമരുന്നും നമ്മൾ ഇന്നലെ മെഞ്ഞാന്നൊക്കെ ആ വിഷയം ചർച്ച ചെയ്തതാണ്. അതുകൊണ്ടാണ് ഇതിനെതിരെയൊക്കെ നിങ്ങൾ കൊണ്ടുവരണം. ഇവിടുത്തെ ആഭ്യന്തര വകുപ്പും എക്സൈസ് വകുപ്പും ആരോഗ്യ വകുപ്പും സിവിൽ സപ്ലൈ വകുപ്പും ഇന്നലെ മെഞ്ഞാന്ന് ആ വിഷയമാണ് ചർച്ച ചെയ്തത്. ഇതൊക്കെ ജനങ്ങൾ അറിയട്ടെ. ഇപ്പൊ ഹമാസും അമേരിക്കയും കൂടി നമ്മുടെ എന്തായാലും നമ്മൾ കഴിഞ്ഞ ദിവസം ആ വിഷയങ്ങളൊക്കെ തന്നെയാണ് ചർച്ച ചെയ്തത്. ശ്രീ ശരത്താണ് തിരുവനന്തപുരത്ത്. ശ്രീ ശരത്ത്, താങ്കൾക്ക് ഈ വിഷയത്തിലുള്ള അഭിപ്രായം പറയാം. എനിക്ക് പറയാനുള്ളത്, നമ്മളിപ്പോ സമയത്ത് ജോ ബൈഡൻ ഭരണത്തിൽ വന്നല്ലോ, കമല ഹാരിസ് ഉൾപ്പെടെയുള്ള. അപ്പൊ ആ സമയത്ത് ഇവർക്ക് വേണമെങ്കിൽ ഇത് ശരിക്കും സമാധാനപരമായിട്ടുള്ള ഒരു കാര്യത്തിൽ കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. വീണ്ടും ഇദ്ദേഹം തന്നെ
ഭരണത്തിൽ വന്നപ്പോൾ അധികാരം കിട്ടിയതിനെ വീണ്ടും വിനിയോഗിക്കാമെന്നൊരു തോന്നല് അദ്ദേഹത്തിനുണ്ടോന്ന് എനിക്ക് സംശയിക്കുന്നുണ്ട്. അദ്ദേഹം അങ്ങനെയാണ് ഈ പ്രവൃത്തികളെ നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലേ? അങ്ങനെയും കാണാം. അദ്ദേഹത്തിന് രണ്ടാം തവണ അധികാരത്തിൽ വന്ന ശേഷം പലപ്പോഴും ഒരു രാഷ്ട്ര തലവന് യോജിക്കുന്ന രീതിയിലല്ല പലപ്പോഴും അഭിപ്രായങ്ങൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ. പിന്നെ എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. പറഞ്ഞോളൂ. ഈ പൊതുവേദിയിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു മെഗാ എപ്പിസോഡ് ചെയ്യാൻ കഴിയൂ? രണ്ടുപേരും കൂടെ ഒരുമിച്ച് വരുന്ന രണ്ടുപേരും ഒരുമിച്ച് അത് പരിഗണിക്കാല്ലേ? നമുക്ക് എപ്പോഴെങ്കിലും ഒരിക്കൽ പരിഗണിക്കാം. അത് രണ്ടുപേരും ഒരുമിച്ച് വരുമ്പോ അതൊരു പുതുമയായിരിക്കുമല്ലോ. ശരി, ഓക്കെ. നമുക്ക് തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ നമ്മൾ അങ്ങനെ വരാറുണ്ട്. എന്തായാലും നല്ല വാക്കുകൾക്ക് പ്രത്യേക നന്ദി. ശ്രീ ഷിൻരാജാണ് ആലുവയിൽ നിന്നും. ശ്രീ ഷിൻരാജ്, താങ്കൾക്ക് പറയാം. ഹലോ. ഈ ട്രംപ് ആ രാജ്യത്തെ ജനങ്ങള് തെരഞ്ഞെടുത്ത ഒരു പ്രസിഡന്റാണ്. അതെ. തെരഞ്ഞെടുപ്പ് സമയത്ത് അയാള് പല വാഗ്ദാനങ്ങളും പറഞ്ഞു. അതിൽ ചില വാഗ്ദാനങ്ങൾ നടപ്പാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, ആയുധം ആര് കയ്യിലെടുത്താലും ആയുധം താഴെ വെക്കണം. ആയുധം കയ്യിലെടുക്കുന്നവരെ പരാജയപ്പെടുത്തേണ്ടത് ലോകത്തിന്റെ ആവശ്യമാണ്. ഒന്നും അറിയാത്ത കുട്ടികളെയും പെണ്ണുങ്ങളെയും മറ്റു ജോലികൾ ചെയ്യുന്നവരെയും ബോംബ് പൊട്ടിക്കുമോ പല രീതിയിൽ ഇല്ലായ്മ ചെയ്യുന്ന സംഘടനകൾ എവിടെയുണ്ട് അതിൻ്റെ എല്ലാം വേറിറക്കേണ്ടത് ഈ ലോകത്തിന് ആവശ്യമാണ്. അതിന് ആര് ശ്രമിച്ചാലും അതിന് കുറ്റം പറയാൻ പറ്റില്ല. അത് ശ്രമിക്കണം. മനുഷ്യൻ ആയുധം താഴെ വെച്ചിട്ട് പണിയായുധങ്ങൾ എടുക്കണം, പണി ചെയ്യണം. കുറെ ആളുകൾ പണി ചെയ്യാതെ ഭീകരവാദം എന്ന് പറഞ്ഞ ശ്രീ ഷിൻരാജ്, ലോകത്ത് ഏറ്റവും കൂടുതൽ ആയുധം ഉപയോഗിക്കുന്ന ഒരു രാജ്യം, ആയുധം ഏറ്റവും കൂടുതൽ കച്ചവടം ചെയ്യുന്ന രാജ്യങ്ങളിലൊന്ന് അമേരിക്കയാണ്. അങ്ങനെ ആയുധ ബലം ഉള്ളതുകൊണ്ടാണല്ലോ അവർ എന്തുകൊണ്ട് സൗദി അറേബ്യ അമേരിക്കനെ തള്ളി പറയുന്നില്ല? കാരണം ഊതി വിമതരുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സൗദി അറേബ്യയുടെ കയ്യിൽ ആയുധമില്ല. അതിനു വേണ്ടിയിട്ട് അവർ അമേരിക്കയെ മറപിടിച്ചേക്കണു. ഭരിക്കുന്നവന്റെ കയ്യില് ആയുധം വേണം, പണിയെടുക്കുന്നവന്റെ കയ്യിൽ ആയുധം വേണ്ട, സാധാരണക്കാരന്റെ കയ്യിൽ ആയുധം വേണ്ട. ഇന്ത്യയിലെ പട്ടാളത്തിന്റെ കയ്യിലും പോലീസിന്റെ കയ്യിലും പോലെ ആയുധം, ഇവിടെയുള്ള സാധാരണക്കാരനൊക്കെ ആയുധം കൊണ്ട് നടക്കണോ? അത് വേണ്ടിയില്ല. ശരി, ഷിൻരാജിന്റെ അഭിപ്രായം വ്യക്തമാണ്. ആലുവയിൽ നിന്നുള്ള ശ്രീ തിലകനാണ് തൃപ്പൂണിത്തുറയിൽ നിന്നും. ശ്രീ തിലകൻ, താങ്കൾക്ക് ഈ വിഷയത്തിലുള്ള അഭിപ്രായം പറയാം. എന്തുണ്ട് വിശേഷം? സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു. അടിപൊളിയാ, താടി അടിപൊളിയാട്ടാ. ശരി, ഓക്കെ. എന്തായാലും അതിനെ ഞാൻ പറയണേ, നമ്മളിപ്പോ ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്യുമ്പോൾ ട്രംപിന്റെ മനോഭാവത്തിന് എന്തെങ്കിലും ഏറ്റക്കുറിച്ചിലൊക്കെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ടോ? സത്യത്തിൽ അങ്ങനെ അല്ലല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് ലോകത്തിന്റെ എല്ലാ കാര്യത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതെ, ഞാൻ പറയാം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നമ്മളെല്ലാം വീടുകളിൽ ചില അച്ഛന്മാര് എടാ നീ അത് ചെയ്തില്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും എന്ന് പറയുന്ന ഒരു മനോഭാവം കൊല്ലാൻ വേണ്ടിയല്ല സത്യത്തിൽ. ഞാൻ മനസ്സിലാക്കി ട്രംപിനെയൊക്കെ അങ്ങനെ അച്ഛൻ മനോഭാവത്തിൽ കാണാൻ കഴിയുന്ന ഒരാളാണോ? അങ്ങനെ ഏതെങ്കിലും അച്ഛന് മക്കളോട് ആത്യന്തികമായി വാത്സല്യമുണ്ട്, സ്നേഹമുണ്ട്. ട്രംപിന് ഇവരെയൊക്കെ കാണുന്നത് എങ്ങനെ കച്ചവട കണ്ണിന്റെ അങ്ങേ അറ്റത്ത് നിന്ന് കാണുന്ന ഒരു മനുഷ്യനോട് ഈ അച്ഛൻ സ്വഭാവം എന്നൊക്കെ താരതമ്യപ്പെടുത്തുന്നത് വല്ലാത്ത ക്രൂരതയായി പോവില്ലേ? അല്ല, ശരിയാണ്, ഞാനത് അംഗീകരിക്കുന്നു. ഈ ട്രംപിന് മറ്റേ മനോഭാവമുണ്ട് ബിസിനസ്. ഞാൻ വേറൊരു കാര്യം പറഞ്ഞോട്ടെ. ഇവിടെ ഹമാസ് ഇസ്രായേലിലേക്ക് അയച്ചിരുന്ന 2-3 ബോഡികളുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? ഹലോ, പറഞ്ഞോളൂ. അപ്പൊ അതിനകത്ത് വലിയ വീഴ്ച ഹമാസിനും വന്നിട്ടുണ്ട്. വീഴ്ച ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഹമാസിന്റെ കയ്യിൽ വീഴ്ചയും ഹമാസിന്റെ കയ്യിൽ ഗുരുതരമായ പിഴവുകളും ഒക്കെ ഉണ്ട്. അല്ല, ഇനി അത് വരാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത്. ഇനി അത് വരാതിരിക്കാൻ ഒരു നല്ലൊരു മനോഭാവം ട്രംപിന്റെ ആന്തരികമായിട്ട് ഉണ്ട്. സത്യത്തിൽ ട്രംപ് യുദ്ധം ആഗ്രഹിക്കുന്നില്ല. ട്രംപിന്റെ എന്റെ സംശയം, ഈ കാര്യത്തിൽ എല്ലാ കാലത്തും ഏറ്റവും കൂടുതൽ ശക്തൻ എന്ന് പറയുന്നത് ഇസ്രായേലാണ്. ഇസ്രായേലാണ് എല്ലാ കാലത്തും ഹുങ്ക് കാണിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം. ആ ഇസ്രായേലിനെ കൂടുതൽ നിലക്ക് നിർത്തേണ്ടത്. ഇസ്രായേൽ തീർച്ചയായിട്ടും നിലക്ക് നിൽക്കും. ആദ്യം ഇവരുടെ ഈ ബോഡിയുടെ ശവങ്ങളോടുള്ള മനോഭാവത്തിന് പോലും മഹാദുഷ്ടതയുണ്ട് ഈ ഹമാസിന്. ആ ഒരു മനോഭാവം മാറ്റാനുള്ള ട്രിക്കാണ് ട്രംപ് എടുത്തിരിക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കുക. അല്ലാതെ ഒരു കാരണവശാലും കൊല്ലണ മനോഭാവം ട്രംപിന് ഇല്ല. ഇത് നമുക്ക് അങ്ങനെ കരുതാം. ശ്രീ ഷമീറാണ് കോഴിക്കോട് നിന്ന്. ശ്രീ ഷമീർ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം. നമസ്കാരം. ഞാൻ പറഞ്ഞു എന്താണെന്നറിയോ, ഈ ട്രംപ് ഈ ചെയ്യുന്നത് വേൾഡ് പോലീസ് അല്ല ലോക പോലീസിന്റെ കാര്യം എന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ സംസാരിക്കുന്നതല്ല, അത് ചെയ്തത് ഇപ്പൊ എന്താ പറയാ, ഈ ഹമാസ് ആയാലും ചെയ്തത് നമ്മുടെ ഇസ്രായേലിനും ചെയ്യുന്നത് വയലൻസ് ആണ്. അതെല്ലാം സമ്മതിച്ചു. ഐ എം കമ്മിങ് ടു ദ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ,
ഇവിടെ കുറെ ആൾക്കാർ അത് അവിടെ നടക്കുന്നു. അത് നമ്മൾ എന്തായാലും അപലപിക്കേണ്ട കാര്യങ്ങളാണ്. ഒരു രാഷ്ട്രത്തലവൻ വന്നിട്ട് ഇങ്ങനെ ഹുങ്കോടെ കൂടിയിട്ട് ഇങ്ങനെ പറയണത് ഞങ്ങൾ ഇങ്ങനെ തീർക്കാന്ന് പറഞ്ഞാൽ, ഇവിടെ കുറെ ആൾക്കാർ ഇപ്പോ പലസ്തീനിൽ എന്തെങ്കിലും അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ വളരെ പ്രതിഷേധിക്കും. പക്ഷെ അതേ അറ്റാക്ക് ശ്രീലങ്കയിൽ വേറൊരു സ്ഥലത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പ്രതിഷേധിക്കുന്നില്ല. ഈ പ്രതിഷേധം എന്ന് വെച്ചാൽ അതിന്റെ ബേസിസ് മതമാണ്. അതിന്റെ ബേസിസ് മതമായിട്ട് മാറുകയാണ്. അങ്ങനെ മാറരുത് ശ്രീ ഷമീർ, അങ്ങനെ മാറരുത്. മതത്തിന്റെ പേരിലല്ല ലോകത്ത് എവിടെ ആരുടെ മേൽ ഈ ആക്രമണം ഉണ്ടായാലും നമുക്ക് അതിനെ വേദനിക്കണം. പക്ഷെ അത് ബയാസ്ഡ് ആണല്ലോ, ആൾക്കാർ ബയാസ്ഡ് ആയിട്ടുള്ള രീതിയിൽ വരുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്. അതെ. അപ്പോ ഇവിടെ തന്നെ ഇപ്പൊ ഈ ട്രംപ് വരുമ്പോ ഈ ട്രംപ് ഇവിടെ വരണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ഇത് പറഞ്ഞു. ഈ ട്രംപ് തന്നെയല്ലേ നമ്മുടെ ഇന്ത്യക്കാരെ ഇവിടെ കൂച്ചുവിലങ്ങ് ഇട്ടിട്ട് നമ്മുടെ ഇങ്ങോട്ട് ഇന്ത്യയെ അപമാനിക്കാവുന്നതിന്റെ അങ്ങേറ്റം അപമാനിച്ച് തന്നെയാണ് അവരെ വിട്ടത്. അതെ. തിങ് ഈസ് ദാറ്റ് നമ്മള് ഒരാളെ പ്രതിഷേധിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ വയലൻസിന് അഗൻസ്റ്റ് ആകുമ്പോഴും നമ്മളതിൽ ബയാസ്ഡ് ആവരുത്. അതായത് പലസ്തീനിലെ ഒരു മുസ്ലിം സഹോദരൻ മരിക്കുകയാണെങ്കിൽ ഞാൻ എത്ര അപലപിക്കുന്നോ അത്രയും ശ്രീലങ്കയിലോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തോ അല്ലെങ്കിൽ നൈജീരിയയിലോ അല്ലെങ്കിൽ സുഡാനിലോ ഒരു ക്രിസ്ത്യൻ സഹോദരനോ ഹൂവർ ഇറ്റ് മേ ബി അതിനെ അപലപിക്കാനുള്ള ആരുടെയും മരണത്തിൽ അവരുടെ മതം നോക്കേണ്ടതില്ല. അത് താങ്കളുടെ വിശാലമായ കാഴ്ചപ്പാട് തന്നെയാണ് എല്ലാ മനുഷ്യർക്കും വേണ്ടത്. ശ്രീ ശ്രീകാന്താണ് തൃശ്ശൂരിൽ നിന്ന്. ശ്രീ ശ്രീകാന്ത്, താങ്കൾക്ക് പറയാം. സാറേ, ഞാൻ പറയുന്നത് കേൾക്കാവോ? കേൾക്കാൻ പറഞ്ഞോളൂ, ധൈര്യമായി പറയും. അതെ സാറേ, എനിക്ക് പറയാനുള്ളത്, നമ്മള് രാജ്യത്തിനൊരു പേരുണ്ട്, മതത്തിനൊരു പേരുണ്ട്, നമുക്ക് ഓരോ പേരുണ്ട്. ഹലോ, കേൾക്കാവോ? കേൾക്കാൻ പറഞ്ഞോളൂ, താങ്കൾ തുടർച്ചയായി പറഞ്ഞു. അപ്പം ഇതിനൊക്കെ ഉപരിയായിട്ട് നമ്മള് മനുഷ്യനാണെന്നുള്ള ഒരു പേര് നമുക്കുണ്ട്. അതെ. ഇസ്രയേലിലെ കുട്ടികളാണേലും പാലസ്തീനിലെ കുട്ടികളാണെങ്കിലും നമ്മുടെ കേരളത്തിലെ കുട്ടികളാണെങ്കിലും എല്ലാ കുട്ടികളും അവരുടെ മുഖത്തോട്ട് നോക്കുമ്പോൾ നമുക്ക് യുദ്ധം ചെയ്യാൻ തോന്നുന്നു സാറേ. നമ്മള് മനുഷ്യനാന്നുള്ള ഒരു കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരായിരുന്നെങ്കിൽ ലോകത്ത് യുദ്ധങ്ങളൊന്നും ഉണ്ടാവില്ല. ലോകം മൊത്തം ഒരു കുടക്കയിലാണെന്നാണ് ഇപ്പം നേതാക്കന്മാര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മള് ഇതിനൊക്കെ വേണ്ടിയിട്ട് യുദ്ധം ചെയ്തിട്ടോ ഒന്നും, നമ്മളിവിടെ ഒരു മഹാഭാരതം എന്തു നേടി? അവസാനം ഒന്നും നേടിയിട്ടില്ല. നമ്മൾ എന്തിനു വേണ്ടിയിട്ട് സഹോദരൻ ശ്രീകാന്ത് എന്ത് ചെയ്യാൻ പറ്റും? മഹാഭാരതം ഒന്നും നേടിയില്ല, ഒരു യുദ്ധം കൊണ്ട് ഒന്നും നേടില്ല എന്നാണ് മഹാഭാരതം നമ്മെ പഠിപ്പിച്ചെങ്കിൽ അവിടെ അങ്ങനെയല്ല. യുദ്ധം ചെയ്യണമെന്ന് പറയുന്ന ആളുകൾ, അതിനെ ആ തരത്തിൽ വ്യാഖ്യാനിക്കുന്ന ആളുകളൊക്കെയാണ് ഇപ്പോഴുള്ളത്. ഇത്രയ്ക്കും നമ്മൾ ചന്ദ്രനിലും അവിടെ ഇവിടെയൊക്കെ പോയി. പക്ഷെ നമ്മൾ എന്തുകൊണ്ട് നമ്മുടെ മനസ്സിൽ മാത്രം, ആ ഹൃദയത്തിൽ മാത്രം ദൈവം എന്ന, നമ്മളെല്ലാരും പല മതത്തിലും ദൈവത്തെയാണ് ആരാധിക്കുന്നത്. അത് നമുക്കുണ്ടെങ്കിൽ ഒരു കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമായിട്ടില്ലേ സാറേ? താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്, ശക്തമായ ഒരു സാറിനോടൊരു കാര്യം കൂടെ പറയാനുണ്ട്. സാറിന്റെ ഈ ചർച്ച ഞാൻ കുറച്ചു ദിവസമായി കാണുന്നു. വളരെ നല്ല ചർച്ചകളുണ്ട്. നമ്മള് സാറിനെ അഭിനന്ദിക്കുന്നു. ശരി, ഓക്കെ. എന്തായാലും നല്ല വാക്കുകൾക്ക് പ്രത്യേകം നന്ദി. തുടർന്ന് പോകണം. ഇതിന്റെ അകത്ത് വിമർശനങ്ങൾ സാർ ഒത്തിരി നേരിട്ടിട്ടുണ്ട്. അതൊക്കെ വിമർശനം സ്വാഭാവികമാണ് ശ്രീകാന്ത്. അതൊക്കെ നമ്മൾ ഉണ്ടാവുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ ഈ പണി ഏറ്റെടുക്കുന്നത്. ഞാൻ എന്റെ അഭിപ്രായം എന്ന് പറയുന്നത്, ഒരിക്കലും ഒരു യുദ്ധം കൊണ്ട് ഒന്നും ആരും നേടുന്നില്ല. അതെ, ശ്രീകാന്ത് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ടതാണ്. മഹാഭാരതം തന്നെ ഇന്ത്യക്കാരനെ പഠിപ്പിക്കുന്നത് ഒരു യുദ്ധം കൊണ്ടും ഒന്നും നേടുന്നില്ല എന്നാണ്. പക്ഷെ അതേ മഹാഭാരതം ഉപയോഗിച്ചുകൊണ്ട് തന്നെ പരസ്പര വിദ്വേഷം പഠിപ്പിക്കുന്ന ആളുകൾ. കേട്ടില്ല? ഞാൻ തൃശ്ശൂർ ലോ കോളേജിലെ ഒരു സ്റ്റാഫാണ്. ശരി, ഓക്കെ. എന്തായാലും നമുക്ക് ഇനിയും അടുത്ത ദിവസം വിളിക്കൂ താങ്കൾ. എന്തായാലും നമുക്ക് മറ്റു പ്രശ്നങ്ങളിലേക്ക് പോകണം. ശ്രീ രാജഗോപാലനാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ രാജഗോപാലൻ, താങ്കൾക്ക് പറയാം. ശ്രീ പ്രദീപാണ് പാലക്കാട് നിന്നും. ശ്രീ പ്രദീപ്, താങ്കൾ എങ്ങനെയാണ് ട്രംപിന്റെ ഇപ്പോഴത്തെ നീക്കത്തെ കാണുന്നത്? നൈസാമാണ് കുട്ടിയെത്തുന്നത്. ശ്രീ നൈസാം, താങ്കൾക്ക് പറയാം. നമസ്കാരമുണ്ട്, പറഞ്ഞു. ശക്തൻ നീതിമാനല്ലാതെ വരുമ്പോഴേ അശക്തൻ അധർമ്മത്തിലൂടെ ധർമ്മത്തെ സ്ഥാപിക്കുന്നത്. അതാണ് ഈ ഭീകരപ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളിലേക്കും കടക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. ഞാൻ വേറൊരു വിഷയമാണ് സംസാരിക്കുന്നത്. ഈ ആയുധം എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കുന്ന രാജ്യമാണ് യഥാർത്ഥത്തിൽ യുദ്ധങ്ങൾ ഉണ്ടായാൽ മാത്രമേ അവർക്ക് നിലനിൽപ്പുള്ളൂ. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഭീകരവാദികളായിട്ട് വരുന്ന ആൾക്കാർക്ക് അത്യുത്പാദനിക രീതിയിലുള്ള ആയുധങ്ങൾ എവിടെ നിന്ന് കിട്ടുന്നു? ആയുധം ഉണ്ടാക്കുന്നവർ തന്നെ ഇവർക്ക് യഥാർത്ഥത്തിൽ രഹസ്യമായി സപ്ലൈ ചെയ്യുന്നു. ഇപ്പൊ ക്രമസമാധാനം പോകുമ്പോഴത്തേക്ക് ആയുധങ്ങൾ വീണ്ടും രാജ്യങ്ങൾ വാങ്ങിക്കുന്നു, അങ്ങനെ പൈസകൾ കിട്ടുന്നു. ഈ രീതിയിൽ യഥാർത്ഥത്തിൽ ആയുധം നിർമ്മിക്കുന്ന രാജ്യങ്ങളെയും ആയുധം നിർമ്മിക്കുന്ന കമ്പനികളെയും നിരീക്ഷിക്കേണ്ട കാലം ഇരിക്കുന്നു. അതിലൊരു രാജ്യമാണ് അമേരിക്ക എന്നുള്ള കാര്യവും കൂടെ നമ്മൾ മറക്കരുത്. എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും കൊണ്ട് ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ
അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീരാജനാണ് കൊല്ലത്ത് നിന്നും. ശ്രീരാജൻ, താങ്കൾ എങ്ങനെയാണ് ഈ ട്രംപ് ഇപ്പോൾ മുഴക്കുന്ന ഒരു ഭീഷണിയെ അതിനെ ഒരു സമാധാനത്തിന്റെ ശ്രമമായി കാണാൻ കഴിയുമോ? സാറേ, ട്രംപിനെതിരെ നമുക്ക് വലിയൊരു ജാഥ നടത്തണം. മലപ്പുറത്ത് ഒരു 5 ലക്ഷം പേരെങ്കിലും കൂടണം. പിന്നെ അവിടെ അതെന്തിനാണ് ഈ മലപ്പുറത്താക്കുന്നത്? നമുക്ക് കൊല്ലത്ത് നടത്തിക്കൂടെ? ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു കേട്ടോ. PMA ഷാജി അവരും എല്ലാം കൂടെ ചേർന്ന് വലിയൊരു ജാഥ ട്രംപിനെതിരെ നടത്തണം. അപ്പൊ ട്രംപ് പേടിക്കും. വന്ന് പാണക്കാട്ട് തങ്ങളെ വന്ന് കണ്ട് കാലെ പിടിച്ച് ക്ഷമ ചോദിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. ശ്രീരാജൻ അത് കൊല്ലത്ത് നടത്തിക്കൂടെ? ശ്രീരാജന്റെ നേതൃത്വത്തിൽ കൊല്ലത്ത് നടത്താം. കൊല്ലത്ത് ഇവരെ ആള് കുറവാ. മറ്റേ അങ്ങനെ എന്തിനാണ് ട്രംപിനെതിരെ ജാഥ നടത്താനാണെങ്കിൽ ഇന്ത്യയിൽ അമേരിക്കൻ ബുഷിന്റെ ഒക്കെ ലോകത്ത് തന്നെ തമാശയ്ക്ക് പറഞ്ഞാൽ പോലെ ഏറ്റവും കൂടുതൽ കോലം കത്തിച്ചെന്നൊക്കെ കേരളത്തിനെ കുറിച്ച് പറയാറുണ്ട്. അത് മലപ്പുറത്തൊന്നും അല്ല രാജൻ. അത് ഏറ്റവും കൂടുതൽ നടത്തിയിട്ടുള്ളത് ഈ കൊല്ലത്തും ആലപ്പുഴയിലും തിരുവനന്തപുരത്തും ഒക്കെ നടത്തിയിട്ടുണ്ട്. താങ്കൾ അതിനിടയിലൂടെ ഇങ്ങനെ ഒന്ന് കുത്തിക്കയറ്റാൻ ശ്രമിക്കരുത്, അത് മോശമാണ്. ഇസ്രായേലിനെതിരെ പണ്ട് അവിടെ ജാഥ നടത്തിയത്, അതുകൊണ്ട് പറഞ്ഞു. ശരി, ഓക്കെ, എന്തായാലും ആയിക്കോട്ടെ. ശ്രീ മോഹനാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീ മോഹൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? അത് ട്രംപിനെ കൊണ്ട് ഇത് നിർത്താൻ പറ്റുമോ എന്ന് തന്നെ ഞാൻ തിരിച്ചു വയ്ക്കുന്നത്. പറ്റില്ല എന്നുള്ളതാണ് ലോകത്തിന്റെ ഇന്നോളമുള്ള ചരിത്രം. അതെ, അഫ്ഗാനിസ്ഥാനിൽ പോയിട്ട് യുദ്ധം നടത്തിയിട്ട് ട്രംപാണ് അവിടുന്ന് ഒളിച്ചോടിയിട്ട് വന്ന ആളാണ് ഈ ട്രംപ്. ട്രംപിന്റെ ഉദ്ദേശം ഇതൊന്നല്ല. ട്രംപ് ആയുധം മുക്കാൻ വേണ്ടിയിട്ട് ഇനി എവിടെയാണ് വല്ല യുദ്ധം ഉണ്ടാക്കാൻ പറ്റുമോ? യുക്രൈൻ പ്രസിഡന്റിനെ വിളിച്ചെഴുതിട്ട് 350 ബില്യൺ എഴുതി തരണം എന്ന് പറഞ്ഞിട്ട് പേന കൊടുത്തതല്ലേ? അതെ, ട്രംപ് വ്യാവസായിക താല്പര്യം, സാമ്പത്തിക താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി കൂടിയാണ്. അപ്പൊ ഈ അമേരിക്കയുടെ വ്യാപാരം നടക്കുന്നിടത്തോളം കാലം ഈ ലോകത്ത് ഒരിക്കലും ഒരു സമാധാനവും ഉണ്ടാവില്ല. പിന്നെ നിങ്ങളൊരു കൊച്ചിയിൽ നിന്ന് ഒരു ജോസഫ് പറയുന്ന കേട്ടു, ട്രംപ് ഇതൊക്കെ ആക്കും. അവിടെ എല്ലാവരും തീവ്രവാദികളായത് എങ്ങനെയാണ്? ഈ അമേരിക്കയാണ് അവരെ തീവ്രവാദികളാക്കിയത്. മനസ്സിലായില്ലേ? അവിടെ ജനിച്ചു വീഴുന്ന PLOക്ക് ശേഷം അവിടെ ജനിച്ചു വീഴുന്ന എല്ലാവരും തീവ്രവാദികളായത് ഈ അമേരിക്കൻ നീതി കൊണ്ടാണ്. കാരണം അവർക്ക് ഒരിക്കലും ഇതിൽ നിന്നൊരു രക്ഷ കിട്ടില്ല എന്ന് മനസ്സിലാക്കിയത്. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ദീപു ആണ് തിരുവനന്തപുരത്ത്. ശ്രീ ദീപു, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഇല്ല, ഇവിടെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് മാത്രമല്ല, മൊത്തത്തിൽ അമേരിക്കയെ എപ്പോഴൊക്കെ ട്രംപിന്റെ പാർട്ടി അധികാരത്തിൽ വരുന്നു, അല്ലെങ്കിൽ മറ്റുള്ള പാർട്ടി അവിടെ അധികാരത്തിൽ വരുമ്പോൾ അതിൽ കുറച്ച് ഒരു 90%, ട്രംപ് 100%, ട്രംപിന്റെ പാർട്ടി 100%. ഇവിടെ ലോകത്ത് എവിടെയെല്ലാം അൺറസ്റ്റ് ഉണ്ടാക്കാം, സമാധാനമില്ലായ്മ ഉണ്ടാക്കാം എന്നാണ് അവർ നോക്കുന്നത്. അതിന്റെ ഫലമായിട്ടാണ് ഇപ്പം ഹമാസിന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് അവരുടെ നാട്ടിലുള്ള ഈ യുദ്ധപ്രേമികളും ഈ പറയുന്ന ലോകത്തെ മാനവികത ഇല്ലാത്ത കുറെ പേർക്കും ഈ പറയുന്ന ഒരു എന്താ പറയാ ഒരു ബൂസ്റ്റപ്പ് ഉണ്ടാക്കി കൊടുക്കാൻ. അതായത് ഇവിടെ നമ്മുടെ RSSകാര് ചില ആഹ്വാനങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ചില സംഘികൾക്കൊക്കെ ഇങ്ങനെ ബൂസ്റ്റപ്പ് വരുമല്ലോ, അതുപോലെ ഉണ്ടാക്കി കൊടുക്കാനുള്ള സാധനമാണ്. ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിലെ കൺട്രീസിന് മുഴുവൻ പല കൺട്രീസിനും അമേരിക്കയുടെ പിന്നെ സൈനിക താവളങ്ങളുണ്ട്. അപ്പൊ അതുപോലെ ആ പ്രദേശത്തെ മുഴുവൻ അൺട്രസ്റ്റിലാക്കിയിട്ട് അവിടെ എന്തെങ്കിലും നേടിയെടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഇദ്ദേഹം നോക്കുന്നത്. ലോകത്തെ എല്ലാ ഭീകരവാദ പ്രസ്ഥാനങ്ങളിലും ഇവരുടെ കയ്യിൽ നിന്ന് ആർക്ക് പറയാൻ കഴിയും? അങ്ങനെയുള്ള പല വാർത്തകളും നമ്മുടെ പുറത്തു വന്നിട്ടില്ലേ? അങ്ങനെ ലോകത്തെ മുഴുവൻ ഇല്ലാതാക്കാൻ ഇവർ ശ്രമിക്കും. എന്നിട്ട് ഈ അഫ്ഗാനിസ്ഥാനിൽ പോയത് എന്താണ്? അഫ്ഗാനിസ്ഥാനിൽ പോയിട്ട് അവസാനം ഇവർക്ക് കൂടെ നിന്നവരെ, അതായത് സംഘികൾ നിന്നതുപോലെ അവിടെ കുറെ പേര് കൂടെ നിന്നു. ആ കൂടെ നിന്നവരെ വഞ്ചിച്ച് ഒരു ദിവസം ഇവർ പ്ലെയിനും എടുത്തോണ്ട് പോയപ്പോ അതിന്റെ കൂടെ കുറെ പേര് ഓടിയില്ലേ അമേരിക്കയുടെ പുറകെ നിന്ന്. ശ്രീ ജേക്കബാണ് ദുബൈയിൽ നിന്ന്. ശ്രീ ജേക്കബ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ജേക്കബിന്റെ ടെലിഫോൺ തടസ്സമുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ഏകദേശം സമാനമായ അഭിപ്രായ പ്രകടനങ്ങളാണ് കൂടുതൽ പ്രേക്ഷകരും പങ്കുവച്ചത്. ചുരുക്കം ജനങ്ങളും അങ്ങനെയല്ല, ട്രംപ് സമാധാനത്തിന് വേണ്ടി ശ്രമിക്കുകയാണ് എന്നുള്ള മട്ടിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും ഉണ്ടായി. സ്വാഭാവികമായ അഭിപ്രായ പ്രകടനങ്ങളാണ്, ജനാധിപത്യപരമായ അഭിപ്രായങ്ങൾ അങ്ങനെയൊക്കെ വ്യത്യസ്തമായിരിക്കും എന്നതുകൂടിയാണ്. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി